Now we have arrived at a significant moment as we have awaited with eagerness to understand and imbibe the new vision for our community of Baskiamos. I most humbly invite our Metropolitan, His Grace, the Most Reverend Dr. Theodosius Marthoma Metropolitan, for Tirumeni's reply speech. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ്മ ബസ്ക്യാമോസ് ഫെലോഷിപ്പ് ഗ്ലോബൽ മീറ്റിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കൊച്ചമ്മമാരെ, ഔദ്യോഗിക ഭാരവാഹികളെ, ഇന്ന് പ്രത്യേകമായി മെയിൻ ചോക്ക് നൽകുവാൻ തക്കവണ്ണം സന്നിഹിതരായിരിക്കുന്ന മിസ്സസ് മെറിലിൻ ടി മാത്യൂസ് കൊച്ചമ്മ, ഇന്ന് എല്ലാവരെയും പ്രതിനിധീകരിച്ച് ആശംസകൾ ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള മിസ്സസ് നവിത ജോജി, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇപ്രകാരം ഒരു ഫെലോഷിപ്പ് മീറ്റിംഗ് ക്രമീകരിപ്പാൻ തക്കവണ്ണം ഗ്ലോബൽ മീറ്റിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബസ്ക്യാമമാരെയും എൻ്റെ സ്നേഹാദരവുകൾ ഞാൻ അറിയിക്കുന്നു. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വിളിയാണ് ഈ സ്ഥാനത്ത് ഇന്ന് ഞാൻ എത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. ദൈവമാണ് ഈ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള സത്യാവസ്ഥ. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനി ദീർഘമായിട്ടുള്ള 13 വർഷങ്ങൾ മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയ്ക്കും സമൂഹത്തിനും നൽകിയതായുള്ള നേതൃത്വത്തിന്റെ പിന്നാലെ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞാൻ അയോഗ്യനാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. തിരുമേനിക്ക് ശേഷം കോൺസെക്രേറ്റഡ് ആയ 2 സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിമാർ, ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ഡോക്ടർ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി ദൈവവിളി കേട്ട് നമ്മളുടെ ഇടയിൽ വാങ്ങിപ്പോയ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് പിന്നീട് സഭയിൽ സീനിയറായിട്ടുള്ള ഒരു എപ്പിസ്കോപ്പ എന്നുള്ള നിലയിൽ മാർത്തോമ്മ മെത്രാപ്പൊലീത്ത എന്നുള്ള സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവവിളിയും നിയോഗവും എനിക്ക് ലഭിച്ചത്. പ്രായത്തിൽ തന്നെ ഏറെ വ്യത്യാസമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. കാലം ചെയ്ത ഡോക്ടർ ജോസഫ് മാർത്തോമ്മ മെത്രാപ്പൊലീത്ത തിരുമേനിയും ഞാനുമായിട്ട് ഏകദേശം 20ഓളം വർഷത്തിന്റെ വ്യത്യാസമാണ് ഉള്ളത്. അതുകൊണ്ട് പ്രായത്തിൽ ചെറുപ്പവും അനുഭവത്തിലും വളരെ ചുരുക്കാനുഭവങ്ങളും ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഈ ഒരു ചുമതല സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. എന്നാൽ ഇതൊരു ദൈവ വിളിയും നിയോഗവുമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവകൃപയുടെ ശക്തീകരണം ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് ദിനംതോറും എനിക്ക് ഇടയാവുന്നുണ്ട്. എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് തീരുമാനിക്കേണ്ടത്, എന്താണ് പ്രാവർത്തികമാക്കി തീർക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കി അത് നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദനത്തിന് അനുസൃതമായിട്ടാണ്. അപ്രകാരം ദിനംതോറും ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിനും ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ഈ ലോകത്തിൽ എല്ലാ ശുശ്രൂഷകളും അനുഷ്ഠിക്കുന്നതിനും ഒക്കെ ഇടയായിട്ട് തീരേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്നത് ഏവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബസ്ക്യാമോ ഫെലോഷിപ്പിലുള്ള എല്ലാ വ്യക്തികളോടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം എന്നത് പറയുന്നതിനായിട്ടത്രേ എനിക്ക് ഈ അവസരം ഉപയോഗിക്കുന്നതിനായിട്ട് ഇടയാവുന്നത്.
ദൈവകൃപയുടെ ശക്തീകരണം കൂടാതെയും ദൈവാത്മാവിന്റെ പ്രചോദനം കൂടാതെയും ഈ വലിയ സ്ഥാനത്ത് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സമൂഹത്തിലാകമാനവും നിർവഹിക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷകൾ ഫലകരമായിട്ട് നിർവഹിക്കുവാൻ ഇവയില്ല എങ്കിൽ സാധിക്കുകയില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം എന്നത് ഈ അവസരം പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ വാഗ്ദത്തം നിറവേറ്റുന്നതായിട്ട് ദൈവമാണ്. അതുകൊണ്ട് വലിയനായ ദൈവത്തിന്റെ പ്രവർത്തനം സാധ്യമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഇണങ്ങിയ ഉപകരണമായി തീരുന്നതിനെ സമർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം പ്രവർത്തിക്കുവാൻ ഇടയാവണം, ദൈവ ഇഷ്ടം നിറവേറുന്നതിന് ഇടയാവണം, അത് സഭയിലും സമൂഹത്തിലും സാധ്യമായിട്ട് തീരണം എന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിട്ട് തീരട്ടെ എന്നത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. വളരെയധികം വെല്ലുവിളികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. COVID-19 എല്ലാവരെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ തന്നെ മറ്റ് വെല്ലുവിളികൾ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന എല്ലാവർക്കും ഉളവാകുകയും ചെയ്യുന്നുണ്ട്. ഈ വെല്ലുവിളികളെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മെ ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ കരമാണ് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നതും പോകാനായിട്ടുള്ള വഴി ചൂണ്ടിക്കാണിക്കുന്നതായിട്ടുള്ള ദൈവം തന്നെ അവന്റെ കരം കൊണ്ട് നമ്മെ താങ്ങി നടത്തുകയും ഓരോ അവസരത്തിലും ദൈവ ഇഷ്ടം ഈ ലോകത്ത് നിറവേറുന്നതിനായി നമ്മെ തന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഉപകരണങ്ങളാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെയധികം വെല്ലുവിളികളുള്ള ഈ കാലഘട്ടത്തിൽ അപ്രകാരം ദൈവത്തിന്റെ അദൃശ്യമാർന്ന കരം അനുഭവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. ഈ കോവിഡ് കാലത്ത് എഴുതിയതായിട്ടുള്ള പുസ്തകത്തെ കുറിച്ച് ഒക്കെ ഇവിടെ പറയുകയുണ്ടായി. ചർച്ച് ആൻഡ് ദ ന്യൂ നോർമൽ എന്നുള്ള പുസ്തകം ഇപ്പോൾ മലയാളത്തിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. CSSലൂടെ അത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ന്യൂ നോർമലിലേക്കാണ് ദൈവം നമ്മെ നടത്തിയിരിക്കുന്നത് എന്നത് നാം വിസ്മരിക്കരുത്. പഴയതിലേക്ക് മടങ്ങി പോകുവാനായിട്ടുള്ള താല്പര്യമാണ് പലപ്പോഴും മനുഷ്യർക്കുണ്ടാവുന്നത്. സെയിംനെസ് അത് മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്കും പുതിയ പുതിയ സാധ്യതകളിലേക്കും നമ്മെ വഴി നടത്തും. നമുക്ക് പ്രയാസമാണ് എന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ദൈവം നമ്മെ സൃഷ്ടിച്ചതിലൂടെയും ദൈവം നമ്മെ സ്നേഹിച്ച് ദിനംതോറും വഴി നടത്തുന്നതിലൂടെയും എല്ലായ്പ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൃപ ദൈവം നൽകുന്നു എന്ന് മാത്രമല്ല, വഴികൾ തുറന്നു തരികയും ദൈവത്തോടൊന്നിച്ച് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരുകയും ചെയ്യും. അതുകൊണ്ട് ഈ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതായുള്ള സാധ്യതകളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നു, ശക്തീകരിക്കുന്നു എന്നത് ഓർക്കേണ്ടതാണ്. ഇതുപോലുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ ചരിത്രത്തിന്റെ മധ്യത്തിൽ പല രംഗങ്ങളിൽ ഉളവായിട്ടുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത നാട്ടിലേക്കൊക്കെ നയിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. തന്റെ വാഗ്ദത്ത നാട്ടിൽ പാലും തേനും ഒഴുകുന്നതായിട്ടുള്ള നാട്ടിലേക്ക് മിസ്രൈമിൽ ജീവിച്ചതായിട്ടുള്ള ജനത്തെ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിന് ദൈവം തമ്പുരാൻ മരുഭൂമിയിൽ കൂടെ അവരെ നടത്തുകയാണ്. അതിനായിട്ട് അവരെ ഒരുക്കുകയായിരുന്നു, അല്ലെ പാകപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത്. അങ്ങനെ പാകപ്പെടുത്തിയാണ് ഒരു പുതിയ ദേശത്തെ, പുതിയ അനുഭവത്തിലെ, പുതിയ ജീവിത ശൈലിയിലൊക്കെ പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവം അവർക്ക് സംഗതിയാക്കുന്നത്. ഈ COVID-19 കാലഘട്ടത്തിലും പലതും നമുക്ക് അത്ര താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിലും, താല്പര്യമില്ലാത്ത പരിമിതികൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തോന്നിയാലും, പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ചാലും, ജീവിതം തന്നെ ചുരുങ്ങിപ്പോയോ എന്നൊക്കെ നാം സംശയങ്ങൾ ഉന്നയിച്ചാലും, ഇവിടെയെല്ലാം സകലത്തിന്റെ മേൽ നിയന്ത്രണമുള്ള ദൈവം കർത്താവായിട്ട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇതിനെ അഭിമുഖീകരിക്കുന്നതിനും തരണം ചെയ്യുന്നതിനും ജീവിതത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവം നമ്മെ ശക്തീകരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ കാണേണ്ടത് ആവശ്യമാണ്.
ഭയവും ആശങ്കയും ഒക്കെ ഉള്ള ധാരാളം ആളുകളെ ചുറ്റുപാടും നാം കാണുന്നുണ്ട്. പലപ്പോഴും നമുക്കും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ എവിടെ ഭയം മാറ്റപ്പെട്ട് കിട്ടുന്നതിനായിട്ടിടയാകുമോ, ഭയമില്ലാത്തതായിട്ടുള്ള സാഹചര്യം ഉളവാകാനായിട്ടിടയാകുമോ, അവിടെയാണ് വിശ്വാസത്തിന്റെ തലത്തിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നത്. വിശ്വാസമുണ്ട് എന്ന് പറയുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് രണ്ടും കൂടി ഒരുമിച്ച് പോവുകയില്ല. ഭയപ്പെടരുത് എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. അതിന്റെ ഭയത്തെ മാറ്റി നിർഭയമായിട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം നമ്മൾ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അത് ജീവിതത്തിന്റെ ചെറിയ തലങ്ങളിലാണെങ്കിലും വലിയ തലങ്ങളിലാണെങ്കിലും, നമ്മളുടെ ബന്ധങ്ങളിലാണെങ്കിലും, മക്കളുടെ കാര്യങ്ങളിലാണെങ്കിലും, ശുശ്രൂഷ രംഗങ്ങളിലാണെങ്കിലും എല്ലാം ഓർത്തിരിക്കേണ്ടതായിട്ടൊരു വിഷയമാണ്. ദൈവം നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. നമ്മെ നിർഭയമായിട്ട് വസിക്കുമാറാക്കുന്ന ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിതത്തിൽ ഉയർന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു പരിശ്രമം ഉണ്ടാവേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ തികച്ചും ആവശ്യമായിരിക്കുന്നത് എന്നതും കൂടി നമുക്ക് ഓർക്കാം. കർത്താവ് പിതാവിൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിവാക്കി തന്ന സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തെ നമുക്ക് മുറിച്ചു തന്നപ്പോൾ, തൻ്റെ ജീവിതത്തെ തന്നെ കാൽവറി ക്രൂശിലൊക്കെ അർപ്പിച്ചപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ നല്ലത് എന്ന് കണ്ടെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും പ്രപഞ്ചം തകർന്നു പോകുന്നു എന്ന് തോന്നുന്നതായിട്ട് സാഹചര്യത്തിലും ഈ പ്രപഞ്ചത്തെ സ്നേഹിപ്പാനായിട്ട് ദൈവത്തിന് താല്പര്യമുണ്ടായി എന്ന വസ്തുത കർത്താവിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അനേക പരിക്കുകൾ പറ്റിയിട്ടുള്ള ഈ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. പരിക്കുകൾ പറ്റിയിട്ടുള്ള ഈ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തു ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ നമുക്ക് ഇടയായിട്ട് തീരുമ്പോഴാണ് ഒരു ഇൻക്ലൂസീവ്നെസ് ഉള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ഇടയാകും. ദൈവം എല്ലാറ്റെയും നല്ലതെന്ന് കാണുകയും എല്ലാറ്റെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് വേണ്ട എന്ന് പറയുന്നതിനായി ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ മകൾ എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ആവരുത് എന്നത് ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടിയെ മുഴുവനായി സ്നേഹിപ്പാനായിട്ടും കരുതുവാനായിട്ടും പരസ്പരം ഒന്നിച്ച് ജീവിപ്പാനായിട്ടും എല്ലാം മനസ്സൊരുക്കമുണ്ട ആളുകളായിട്ട് തീരേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ഈ ലോകത്തെ വായിച്ചെടുക്കുവാനും കഴിയുന്നത്. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവവചനം നമ്മെ സഹായിക്കുന്നുണ്ട്. ആ ദൈവവചനം ആഴത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. ബസ്ക്യാമ്മമാര് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് കുടുംബത്തിൽ ദൈവവചനം പഠിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പേഴ്സണലായിട്ടുള്ള ലൈഫിൽ പോലും കൂടുതൽ ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് സമയം കണ്ടെത്തുകയും ദൈവം നൽകുന്നതായിട്ടുള്ള ദൈവികമായ ചിന്തകളെ പങ്കിട്ട് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ഏവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്കാമോസ് ഫെലോഷിപ്പ് അപ്രകാരം ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരങ്ങളുടെ ഒരു വേദിയാണ് എന്നത് മനസ്സിലാക്കുകയും ആ അവസരങ്ങളെ കണ്ടെത്തുകയും അത് തുറന്നു കൊടുക്കുകയും അനേകർക്ക് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം എല്ലാ ബസ്ക്യാമമാർക്കും ഇടയായിട്ട് തീരട്ടെ. ഫെലോഷിപ്പ് അതിന് സഹായമായി തീരട്ടെ എന്നത് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നൽകിയ എല്ലാ അനുമോദനങ്ങൾക്കും ആശംസകൾക്കും പ്രാർത്ഥനയ്ക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടമായിട്ടും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ. താങ്ക് യു. Thank you, Tirumeni, for those inspirational words. We are indeed very grateful you could make it for this meeting today. Before we go ahead, I would like to request all our Kochamas to keep yourself unmuted and keep your videos on. Keep yourself muted and keep your videos on. Thank you.
Now I call upon the President of the Marthoma Baskiamos Fellowship, Mrs. Susama George Matthew, for the presidential address. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇന്നത്തെ മുഖ്യ അതിഥി നമ്മോടൊപ്പമുള്ള ശ്രീമതി മെർലിൻ ടി മാത്യു കൊച്ചമ്മ, ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള കൊച്ചമ്മമാരെ, ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും കാണുന്നതിനും സാധിച്ച കൊച്ചമ്മ, സുസമ കൊച്ചമ്മ മ്യൂട്ട് ആയിട്ടുണ്ട്. യെസ്, ഇപ്പോൾ കേൾക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ടൈം സോണിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് കൂടാൻ അനുവദിച്ച ദൈവകൃപയ്ക്കായിട്ട് 1000 നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ബസ്കാമസ് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്ത പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കൊച്ചമ്മ ആന്റി ലിക്വർ ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു അവാർഡിന് അർഹയായി. പിന്നീട് നമ്മൾ ഫോർമലായിട്ട് നമ്മുടെ ആനുവൽ മീറ്റിങ്ങിലൊക്കെ അനുമോദിക്കും. ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തീം ബസ്കാമോസ് കോൾഡ് ടു ലീവ് ദ ഗോസ്പെൽ. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതിനെ ഗോൾഡൻ റൂൾ എന്നാണ് ചില വേദ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. We must treat others as we would want them to treat us. മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്കും ചെയ്യുവിൻ. പല മതങ്ങളിലും പുരാതന സമൂഹങ്ങളിലും ഈ ചിന്തകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൺഫ്യൂഷ്യസ് പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ടു അതേഴ്സ് വാട്ട് യു വുഡ് നോട്ട് വിഷ് ഡൺ ടു യുവർസെൽഫ്. അതുപോലെ തന്നെ റാബി ഹില്ലൽ പറഞ്ഞിരിക്കുന്നു വാട്ട് ഈസ് ഹേറ്റ്ഫുൾ ടു യു ഡു നോട്ട് ഡു ടു എനിവൺ എൽസ്. നിങ്ങൾക്ക് വെറുപ്പുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവരോട് ചെയ്യാതിരിക്കണം. നാം പല രീതിയിലുള്ള ആളുകളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ അച്ഛന്മാർ എപ്പോഴും പ്രസംഗിക്കുന്നവരാണ്, നാമും പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ നിരക്കുന്ന ഇല്ല എങ്കിൽ പിന്നെ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് പ്രയോജനം ഇല്ലാതെ പോകും. We have to grow in kingdom character. So for growing in kingdom character, we have to imitate God's loving character. അതായത് നമ്മുടെ കുറവുകൾ ഓർക്കാതെ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സമൂഹത്തിലെ നാം ആരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നോ അവരുടെ കുറവുകളെ കണ്ട് ഡിസ്കറേജ്ഡ് ആയി പോകാതെ അവരെ കർത്താവിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നവരായി തീരണം നാം ഓരോരുത്തരും. ഇപ്പൊ നാം ഒരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഭർത്തമ്മക്കാർക്ക് നോമ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ ബസ്കാമ്മമാരുടെ നോമ്പ് മെഡിറ്റേഷന്റെ തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുൻപ് നമുക്കൊരു നോമ്പിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളികളാകുവാൻ നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളാണ് ഈ നോമ്പ് ദിനങ്ങൾ. കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിനെ ഒക്കെ ഓർക്കുന്ന ദിവസങ്ങളാണ് ഈ 40 ദിവസങ്ങൾ. പിന്നീട് കർത്താവിന്റെ പീഡാനുഭവം കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ നാം കൊണ്ടാടുന്നു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി കർത്താവിന് ലഭിച്ചത് ഈ ഒരുക്കത്തിൽ കൂടെയാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഊർജവും ശക്തിയും ലഭിക്കേണ്ടത് ഉപവാസത്തിൽ കൂടെയും ദൈവവചന ധ്യാനത്തിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും ഒക്കെയാണ്.
ഈ നോമ്പുകാലം നമ്മുടെ മൊബൈൽ ടൈം, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ടൈം, നമ്മുടെ സ്ക്രീൻ ടൈം ഒക്കെ നാം കൺട്രോൾ ചെയ്ത് കൂടുതൽ സമയം വേദപുസ്തക വായനയ്ക്കും ധ്യാനത്തിനും ഒക്കെ എടുക്കുന്നത് ഏറ്റവും മാതൃകാപരമായിരിക്കും. പള്ളികളിൽ നമുക്കിപ്പോൾ കൂടാൻ ചിലയിടത്തൊക്കെ സാധിക്കുന്നില്ല, എന്നാൽ ചിലയിടത്തൊക്കെ സാധിക്കുന്നുണ്ട്. പള്ളികളിൽ കൂടാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഭവനങ്ങളിൽ ഈ നോമ്പ് പ്രാർത്ഥനകൾ നടത്തുകയും കൂടുതൽ സമയം ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ച് അതിനൊക്കെ സമയം ചെലവഴിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുവാൻ നമ്മുടെ കൊച്ചമ്മമാർ എല്ലാവരും കുടുംബത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, ഇടവകയിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. നമ്മുടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 6-7 വാക്യങ്ങളിൽ the prophet reminds us that the real fast is to give bread to the poor, clothe the naked, and not to refuse one's brother. ഇതിനെക്കുറിച്ച് ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് പറഞ്ഞിരിക്കുന്നത്, the money we have gained through fast must be given to the poor, the orphan, and the widows. Not only money, but also our time. Not only our time, but also all that we have and we ourselves must be given to others. നോമ്പുകാലം നമ്മെ അനുതാപത്തിലേക്കും ആത്മതപനത്തിലേക്കും നയിക്കുന്നതായിരിക്കണം. അതിലൂടെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശു കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള സമയമാകണം. It calls us to get reconciled to God, our fellow beings, and to the nature. Lent exhorts us not only to abstain from eating, but also to give up pride, power, and luxury. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയി ദൈവത്തിന് പ്രസാദകരമായുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let's pray that we may be helped to live in humility and simplicity, and to be inclined towards God and our fellow beings. God bless us all. Thank you. Thank you, Kochma. Prayer unites our hearts to people and places we pray for. It renews our feeble hearts and strengthens our weak soul. May I now call upon Mrs. Merikuti Simon Kochma to lead us into the prayer of intercession. Mrs. Merikuti Simon Kochma. Kochma login ചെയ്തിട്ടുണ്ടോ? Kochma login. മെയിൻ ടോക്ക് കഴിഞ്ഞിട്ട് ആയാലോ? Sure, sure. We move to the main talk, and today we have with us Mrs. Merlin T. Matthew Kochma as the main speaker. She is the wife of Reverend Father Biju T. Matthew of the Orthodox Church. A teacher by profession, she's also an active YouTuber. Her channel, Merlin's Nest, has reached millions through her motivational talks and biblical studies. Kochma and Achin are blessed with 2 sons, Evans and Ebis. They are pursuing their 12th and 10th classes respectively. Kochma's talks are full of conviction and a living testimony of God's abundant grace. Kochma, we are very glad that you have accepted our invitation and you have joined us for our global meet today. And we look forward to listening from you.
On behalf of all of us gathered on this virtual platform, I welcome you to share the word with us. കേൾക്കാമോ കൊച്ചമ്മ? Yes, Kochama, you are audible. Please. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ മർത്തോമ മെത്രോപൊളിത്ത, ബസ്ക്യൂമ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, എന്നെ കേൾക്കുന്ന എല്ലാ കൊച്ചമ്മമാർക്കും ഉത്തിതനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ ഒരു സൂം പ്ലാറ്റ്ഫോമിലായിരുന്നുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരുമിച്ച് അറ്റ് എ ഗ്ലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത് പോലെ എല്ലാവരെയും കൂട്ടിവരുത്തിയ സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാ ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യത്തിലും ഐ ആം പോസിബിൾ എന്നാക്കി മാറ്റാൻ ഒരു ഇൻവേർട്ടഡ് കോമ മാറ്റിയാൽ മതി എന്ന് മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ പറയുമ്പോൾ ഇത്ര ഈസിയാണ് ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാനെന്ന് സൂം പ്ലാറ്റ്ഫോം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൽ അസാധ്യമായത് ഒന്നുമില്ല. കൊറോണ ആയിക്കോട്ടെ, എന്തായിക്കൊള്ളട്ടെ, ആ ഒരു കൊറോണയാണ് നമ്മളെല്ലാം ഇങ്ങനെ ഒറ്റ ഒരു സ്ക്രീനിലാക്കിയത്. അല്ലെങ്കിൽ അമേരിക്കയിലും UK-യിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ ഇരിക്കുന്നവർ അവിടെ ഇരിക്കുകയും ചെയ്യും. കോഴഞ്ചേരിയിൽ വരാൻ പറ്റുന്നവർ മാത്രം ജോയിൻ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇന്ന് എല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ബസ്ക്യോമമാര് കടന്നു വന്നിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തെ മുന്നമേ നമുക്ക് സ്തുതിക്കാം. നാം തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം. നമ്മള് അച്ഛന്മാരെ കുറിച്ച് പുരോഹിതൻ ആരാണ് എന്ന് പറയുമ്പോൾ പറയാറുണ്ട്, ദൈവഭയമുള്ളവരും ഭക്തരും ആത്മ നിറവുള്ളവനുമാണ് ഒരു പുരോഹിതൻ. അതുപോലെ തന്നെ ദൈവത്തിന്റെ മുന്തിരിത്തൊപ്പിലെ സത്യവേലക്കാരനായിട്ട് തന്റെ സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെച്ചവനാണ് ഒരു പുരോഹിതൻ. കൂദാശ അനുഷ്ഠാനങ്ങൾ വഴി ദൈവജനത്തെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഉത്തമ കണ്ണിയാണ് അല്ലെങ്കിൽ കണക്ടറാണ് ഒരു പുരോഹിതൻ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ പുത്രനെ കൈകളിൽ എടുക്കാൻ ഭാഗ്യം ചെയ്ത ഒരേ ഒരു വർഗമാണ് പുരോഹിതൻ. അപ്പോൾ തീർച്ചയായിട്ടും പുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഭൂമിയിലെ സകല ജാതികളിലും വെച്ച് അനുഗ്രഹിക്കപ്പെട്ട് യു ആർ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞ് ജനിക്കും മുൻപ് തന്നെ അനുഗ്രഹിച്ച് അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ. നമുക്കറിയാം, സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തില് 12 ഗോത്രത്തിന്റെയും വടി നിരത്തി വെക്കുമ്പോൾ അഹറോന്റെ വടിയിലാണ് ആ തളിർപ്പുണ്ടാകുന്നത്. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും എന്ന് പറയുന്നത് പോലെ കൃപയാൽ, ദൈവത്തിന്റെ വലിയ കൃപയാൽ അങ്ങനെ തളിർക്കപ്പെട്ടവനാണ്, ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവനാണ് ഒരു പുരോഹിതൻ. ആയതിനാൽ പുരോഹിതൻ എന്നൊരു പദവി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ശരീരത്തിനൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടറിന് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. മനസ്സിനൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റിന് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് അത് ക്യൂർ ആക്കാൻ പറ്റും. എന്നാൽ ഇതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. അഴിഞ്ഞു പോകാത്ത ആത്മാവിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി സ്വർഗത്തിന്റെ ശബ്ദമായിട്ട് ഭൂമിയിൽ നിൽക്കുന്നവനാണ് ഓരോ പുരോഹിതനും. അപ്പോൾ ഒരു പുരോഹിതന് ശക്തിയേക്കാൾ കൂടുതൽ ഭക്തിയാണ് വേണ്ടത്. ബലത്തേക്കാൾ കൂടുതൽ ജീവിത വിശുദ്ധിയാണ് വേണ്ടത്. ധനത്തേക്കാൾ കൂടുതൽ ദൈവിക പരിജ്ഞാനമാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം പുരോഹിതനാണ് എങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? ബസ്ക്യൂമോ എന്ന വാക്കിൽ തന്നെയുണ്ട് കൂട്ട് ഉടമ്പടിക്കാരി, അല്ലെ? ഉടമ്പടിയുടെ പുത്രി. അപ്പം സ്വർഗത്തിന്റെ അക്കൗണ്ട് എടുത്ത് ഒരു പുരോഹിതൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ കൂട്ടുടമ്പടിക്കാരി എന്ന് പറഞ്ഞ് നാം ഓരോരുത്തരും പുരോഹിതന്റെ ഭാര്യ ആയി തീർന്നപ്പോൾ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം, ബാങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന നമുക്കറിയാം, ഒരു ജോയിന്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ കൂട്ടുടമ്പടിക്കാരായി കഴിയുമ്പോൾ വി ഓൾസോ ഹാവ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, അല്ലെ? ദൈവിക വേലയിൽ നമുക്കും ഉണ്ട് അതേ പാർട്ടിസിപ്പേഷൻ. 2 തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം കയ്യിൽ വാച്ച് കെട്ടുന്നവരാണ്. നമ്മളെല്ലാം ബസ്ക്യൂമോ എന്ന് പറയുന്ന ഒരു വാച്ച് നമ്മുടെ കയ്യിൽ കർത്താവിന് വേണ്ടി കെട്ടിയിട്ടുള്ളവരാ. ഇപ്പൊ ഈ ഫിറ്റ്നസ് ബാൻഡുകളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ഓടി, എത്ര കഴിച്ചു, എത്ര നടന്നു, ഹാർട്ട് എങ്ങനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നടത്തുന്ന ഒരു ഫിറ്റ്നസിന്റെ ഒരു ലോകമാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു ഫിറ്റ്നസിന്റെ ലോകത്തിൽ, ഫിറ്റ്നസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ലോകത്തില് നമ്മൾ കെട്ടിയിരിക്കുന്ന ഈ വാച്ചില് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ബസ്ക്യോമ എന്ന കടമ, അല്ലെ ഉത്തരവാദിത്വം, വിശുദ്ധ കുടുംബം എന്നുള്ള ഓട്ടമൊക്കെ വാച്ച് നിന്നുപോയി.
അപ്പൊ ഇന്ന് നമ്മൾ അറിയുന്നില്ല, ഈ വാച്ച് കെട്ടിയിട്ടുണ്ട്, വാച്ച് ഓടുന്നില്ല എന്നത് നിന്നു പോയിരിക്കുകയാണ്. ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ കോണ്ടംപററി ആയിട്ട് വളരെ മീനിങ് ആയ ഒരു വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗിരിപ്രഭാഷണം അല്ലെ, കൊച്ചമ്മ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഒരു ഗോൾഡൻ വേർഡാണിത്. കാരണം എന്താ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് അല്ലെ. മറ്റുള്ളവർ എന്ത് ചെയ്തു തരണം എന്ന് നമ്മൾ വളരെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പുതിയ പള്ളിയിലേക്ക് ചെന്ന് കഴിയുമ്പം എങ്ങനെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ചേർച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ഓരോ സംഘടനകൾ നമ്മളെ ട്രീറ്റ് ചെയ്യണം. എന്നാൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വിവാഹത്തിന്റെ അന്ന് ഒരു കൊച്ചമ്മയായിട്ട് നമ്മളെ മണവാട്ടിയായിട്ട് അലങ്കരിച്ച് ഒരു പുരോഹിതനോട് കൂടെ വിടുന്നത്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ഈ വാച്ച് നിന്നു പോയത് നമ്മൾ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു കണക്ടറാണ് പുരോഹിതൻ അല്ലെ. ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ സംസാരിക്കുന്ന ഒരു ശബ്ദമാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണക്ടർ അല്ലെ. എത്ര വലിയ സിസ്റ്റം ആണെങ്കിലും, എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ചെറിയൊരു കണക്ടർ ഈ ഓപ്പറേറ്ററിന്റെ കയ്യിൽ കാണും. ഈ കണക്ടർ എടുക്കാൻ വേണ്ടി മറന്നുപോയി കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റർ എത്ര ദൂരം സഞ്ചരിച്ചോ അത്രയും ദൂരം തിരിച്ചു പോകും. അതുപോലെ ഈ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഇടയ്ക്കുള്ള ഒരു കണക്ടറാണ് നമ്മുടെ പുരോഹിതന്മാർ. ഈ പുരോഹിതനാകുന്ന കണക്ടറിൽ കൂടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആരാണ്? നമ്മളെല്ലാം ന്യൂ ഗാഡ്ജറ്റ്സിന്റെ ഒരു ലോകത്തിൽ ജീവിക്കുന്നവരാണ് അല്ലെ. നമുക്കെല്ലാം അറിയാം, നമ്മുടെ വീട്ടില് ഈ മൊബൈൽ പവർ ബാങ്കുകളുണ്ട്. ഈ പവർ ബാങ്കുകളാണ് നമ്മളായിരിക്കുന്ന കൊച്ചമ്മമാര്. നമ്മൾ ഓരോരുത്തരും പവർ ബാങ്കുകളാണ്. ദൈവത്തിന്റെ പുരോഹിതന് ശക്തി ലഭിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മ നിറവുള്ളവരാകുന്ന പവർ ബാങ്കുകളായിട്ട് ഓരോ കൊച്ചമ്മയ്ക്കും തീരുമ്പോഴാണ് സ്വർഗത്തോടുള്ള കടപ്പാട്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന പവറിനെ സ്വീകരിച്ച് തന്റെ കൂട്ടു പങ്കാളിയായിരിക്കുന്ന അച്ഛന് എവിടെയെങ്കിലും ക്ഷീണം വരുമ്പോൾ, കോപത്തിലോ ദേഷ്യത്തിലോ ധാർഷ്ട്യത്തിലോ ഒക്കെ സംസാരിക്കുമ്പോൾ ഇല്ല അച്ഛ പോട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരേ ഒരു കൂട്ടർ ഈ കൊച്ചമ്മമാരാ. കമ്മിറ്റിക്കോ എന്തിന് സ്വന്തം അമ്മയ്ക്ക് പോലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറയാൻ സാധിക്കില്ല. എന്നാൽ ഒരു കൊച്ചമ്മയ്ക്ക് അച്ഛൻ അന്നേരം അങ്ങ് മിണ്ടാതിരുന്നാൽ മതി അച്ഛ, പോട്ടെ അച്ഛ, സാരയില്ല, നമ്മളല്ലേ താഴേണ്ടത് എന്ന് പറയുവാൻ ശക്തിയുള്ള ഒരേ ഒരു ചാലക ശക്തിയാണ് ഓരോ കൊച്ചമ്മയും. സോ നമ്മൾ കൊച്ചമ്മമാര് വി ആർ ദ പവർ ബാങ്ക് ഓഫ് ഗോഡ്. കർത്താവിന്റെ സിസ്റ്റമാണ് അച്ഛനെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പവർ ബാങ്ക് ആണ് കൊച്ചമ്മ. ഈ ഭൂമിയിൽ ഓരോ ഇടവകയ്ക്കും വേണ്ടി നിൽക്കുന്ന ഒരു പവർ ബാങ്ക് ആണ്. എന്നാൽ ഇന്നത്തെ ചിന്ത നമ്മൾ ചിന്തിക്കേണ്ടത്, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ ഒരു ബസ്ക്യോമോ എന്ന നിലയിൽ അവർ ഇച്ഛിക്കുന്നത് പോലെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഡു വി ഹാവ് ഇനഫ് പവർ to share to our people? Do we have enough power to charge others? ദൈവത്തിന്റെ ആത്മാവിനാൽ മറ്റുള്ളവരെ ചാർജ് ചെയ്യുവാൻ, ദൈവാത്മാവിനെ കൊടുക്കുവാൻ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരായ വിളിക്കപ്പെട്ടവരായ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളുടെ പദവികൾ കൊണ്ട് നമുക്ക് ഒരുപക്ഷെ സാധിക്കുമായിരിക്കാം, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ എഴുന്നേൽക്കുമായിരിക്കാം, മറ്റുള്ളവരെക്കാളൊക്കെ പ്രിഫറൻസ് കിട്ടുമായിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ നമ്മളുടെ പ്രവർത്തികള്, നമ്മുടെ പ്രവർത്തനങ്ങള് അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നല്ല പവർ ബാങ്കുകളായിട്ട് മാറുന്നത്. ഇന്ന് നമുക്കറിയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തില് 2 പേര് തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 രാജാക്കന്മാർ 2 Kings chapter 4. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ ഒരു ബസ്ക്യോമോയുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാൻ നമുക്ക് ഏറെ സാധിക്കുന്ന ഒരു പാഠഭാഗമാണത്. ആ പാഠഭാഗത്തിൽ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് സമയം കുറവായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. അവിടെ എലീശ പ്രവാചകനും എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ എലീശ പ്രവാചകന്റെ ശിഷ്യൻ മരിച്ചുപോയ ശിഷ്യന്റെ ഭവനത്തിലേക്ക് പ്രവാചകൻ കടന്നു വരുമ്പോൾ കാണുന്നത്, ദാരിദ്ര്യം കൊണ്ടിരിക്കുന്ന ആ ഭവനത്തിൽ കടക്കാർ തങ്ങളുടെ മക്കളെ കൂടി പിടിച്ചുകൊണ്ട് പോകുന്നുള്ള വലിയൊരു സങ്കടത്തിലാണ് ഇവിടെ എലീശ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയും മക്കളും ഇരിക്കുന്നത്. ഇവിടെ ചെന്നപ്പോൾ വളരെയധികം സങ്കടമുള്ള ഭവനത്തില് പ്രവാചകൻ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്ത് തരേണ്ടതെന്ന്, ഞങ്ങളെ സഹായിക്കണമെന്ന് ഉള്ള ആ റിക്വസ്റ്റില് ഇവിടെ എലീശ പ്രവാചകൻ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം? അന്നേരം ആ പ്രവാചകന്റെ ഭാര്യ എല്ലാ ദുഃഖങ്ങളും പറയാണ്.
പ്രവാചകൻ മറുപടിയായിട്ട് പറയാ, നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യമാണ്, പറയുക നിന്റെ വീട്ടിൽ എന്തുള്ളൂ. മറുപടിയായിട്ട് ആ സ്ത്രീ പറയാണ്, ഒരു ഭരണി എണ്ണയാണ് അടിയന്റെ വീട്ടിലുള്ളത്, അല്ലാതെ മറ്റൊന്നും അടിയന്റെ വീട്ടിലില്ല. പ്രവാചകൻ മറുപടിയായിട്ട് പറയാണ്, നീ ചെന്ന് അയൽപക്കത്തെല്ലാം ചെന്ന് പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, എന്നിട്ട് നീ അകത്ത് കയറി വാതിലടയ്ക്കുക, എന്നിട്ട് നിന്റെ മക്കൾ ഈ പാത്രം വച്ചു തരട്ടെ, നീ ആ എണ്ണ പകർന്നു കൊടുക്കുക. ഈ പ്രവാചകന്റെ വാക്യം പോലെ തന്നെ ഈ സ്ത്രീ അവിടെ ചെയ്യുകയാണ്. തന്റെ വീട്ടിലുണ്ടായിരുന്ന എണ്ണ അത്രയേ ഉള്ളൂ എങ്കിലും പ്രവാചകന്റെ വാക്കിനെ വിശ്വസിച്ച് അയൽപക്കത്തുള്ള മുഴുവൻ പാത്രങ്ങളും വാങ്ങിക്കൊണ്ടുവരികയാണ്. മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് തന്റെ മക്കൾ ആ പാത്രം വെച്ചു കൊടുക്കുകയും ഈ സ്ത്രീ ആ പാത്രം നിറയ്ക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ള കൊച്ചമ്മമാരെ, പ്രിയമുള്ള ബസ്ക്യോമ്മമാരെ, ഈ സ്ത്രീയുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ വളരെയധികം താരതമ്യപ്പെടുത്തണം. മറ്റുള്ളവർ നമുക്ക് എന്തെല്ലാം ഒരു റെസ്പെക്റ്റുകളാണ് ഈ ഭൂമിയിൽ തരുന്നത്, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നിറയുന്ന പാത്രമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ശൗൽ പൗലോസായി മാറിയ സമയമാണ് ഈ 9-ാം അധ്യായം. 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് ശൗൽ ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ആളല്ലയോ എന്ന് അനന്യാസ് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുകയാണ്. കർത്താവ് പറയാണ്, ജാതികൾക്ക് വെളിച്ചമായി തീരേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണത്. അതുപോലെ തന്നെ നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടിയുള്ള തിളങ്ങുന്ന പാത്രങ്ങളായി മാറണം. വീണ്ടും നമുക്ക് എലീശ പ്രവാചകനും ആ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് വരാം. എലീശ പ്രവാചകൻ എന്തുണ്ട് കയ്യിൽ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭരണി എണ്ണയുണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാം. എന്നാൽ പ്രിയ കൊച്ചമ്മമാരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ദൈവാത്മാവിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആദ്യമായിട്ടൊരു ബസ്ക്യോമ ആയപ്പോൾ, ആദ്യമായിട്ട് ഇടവക ശുശ്രൂഷയിലേക്ക് പോയപ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, എന്തെല്ലാം പ്രവർത്തനങ്ങളായിരുന്നു, എന്തുമാത്രം ഭക്തിയായിരുന്നു. എന്നാൽ ഇന്ന് എന്നിലേക്ക് നോക്കുക, എന്നിൽ എന്താണ് ഉള്ളത്? കർത്താവേ, ഒരു ബസ്ക്യോമ എന്ന നിലയിൽ കർത്താവിനോട് സിൻസിയറായിട്ട് ഞാൻ ദൈവസന്നിധിയിലാകുന്നു. എൻ്റെ അച്ഛന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ലോകത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള എണ്ണ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ എൻ്റെ ആത്മാവാകുന്ന പാത്രത്തിൽ ഉണ്ടോ എന്ന് ഓരോ കൊച്ചമ്മയും ചിന്തിക്കേണ്ട നാളുകളാണിത്. 2, പ്രവാചകൻ പറയാ, നീ അയലത്ത് ചെന്ന് പാത്രങ്ങളെല്ലാം, നെയ്ബർഹുഡിലെല്ലാം പോവുക, എന്നിട്ട് പാത്രങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് വരിക. നമ്മളോടും പറയുന്ന ഒരു ചോദ്യം, നമ്മളോടും പറയാണിന്ന്. ഇന്ന് അനേകർക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ല. എന്തിന്? നമ്മുടെ ഏറ്റവും പ്രശസ്തമായ മാരാമൺ കൺവെൻഷനിൽ പോലും 1000-10,000 വന്ന് പോകേണ്ട സ്ഥാനത്തിൽ അവർക്ക് ഹൃദയം കൊണ്ടല്ലാതെ സാന്നിധ്യം കൊണ്ട് വരാൻ സാധിക്കുന്നില്ല. നീ അവരുടെ എല്ലാം പാത്രത്തെ നിറയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവളാണ്. നിന്റെ അയൽവക്കത്തുള്ള, നിന്റെ ചർച്ചിലുള്ള, നിന്റെ എല്ലാ, എൻ്റെ അച്ഛൻ ഒരു ഇടയനാണെങ്കിൽ ഇടയന്റെ മുഴുവൻ ആടുകളെയും നിറയ്ക്കുവാൻ അവരുടെ എല്ലാം പാത്രങ്ങൾ, അവരുടെ എല്ലാം ജീവിതങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. 3, അകത്ത് കയറി വാതിലടയ്ക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തിയുള്ളതായിരിക്കണം. ഓരോ ക്രിസ്തീയ കുടുംബ ബന്ധങ്ങളും ശക്തിയുള്ളതാകുവാൻ ഓരോ വൈദിക കുടുംബവും ശ്രദ്ധിക്കണം. കാരണം അഴിയാത്ത ആത്മാവിനെ നേടിയെടുക്കുന്നവനാണ് ഒരു പുരോഹിതൻ. അങ്ങനെയെങ്കിൽ നമ്മളുടെ പ്രയർഫുൾ ലൈഫിലായിരിക്കണം അവർ എൻലൈറ്റൻ ആകുന്നത്. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ മമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം വിശുദ്ധമായ ഒരു കുടുംബ ബന്ധം. കാരണം നമ്മൾ ആരാണ്? ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുന്നുണ്ട്, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ചും നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേക സുന്ദരികള് അല്ലെ ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായിരുന്നു, അനേകം മിടുക്കികൾ ഉണ്ടായിരുന്നു, അനേക സ്മാർട്ടായിട്ടുള്ള ലേഡീസ് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളെയാണ് ദൈവം ഈ വിളിക്ക് യോഗ്യരാക്കിയത്. നമ്മളെക്കാൾ എത്രയോ യോഗ്യതയുള്ള ആന്റിമാരെയൊക്കെ നമ്മൾ പള്ളി കാണുമല്ലേ? നമ്മളെക്കാൾ താഴ്മ, നമ്മളെക്കാൾ സൗമ്യത, നമ്മളെക്കാൾ സിൻസിയർ, നമ്മളെക്കാൾ എല്ലാ രീതിയിലും പൊളൈറ്റ് ആയിരിക്കുന്നവരെ, ഏറ്റവും നല്ല ഹ്യൂമിലിറ്റി ഉള്ള ബിഹേവിയർ ഉള്ളവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എങ്കിലും
ദൈവം തിരഞ്ഞെടുത്ത നമ്മളെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അകത്തു കയറി വാതിലടയ്ക്കുക. പ്രാർത്ഥനാ ജീവിതത്തില് നമ്മൾ ആ ദേവാലയത്തിൽ മുഴുവൻ പേർക്കും മാതൃകയുള്ളവരാകണം. വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും പറയുകയാണ്, അവർ പാത്രം വെച്ച് തരട്ടെ, നീ അതിൽ പകർന്നു കൊടുക്കുക എന്ന്. അവർ പാത്രം വെച്ച് കൊടുക്കുകയും നീ പകരുകയും ചെയ്യണം. ആര്? നിന്റെ മക്കൾ പാത്രം വെച്ച് തരുമ്പോൾ നീ അതിൽ പകരണം. മക്കളുടെ മുൻപിൽ, പുതിയ തലമുറയുടെ മുൻപിൽ പകരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒരാൾക്ക് പകരണമെങ്കിൽ എപ്പോഴാണ് സാധിക്കുന്നത്? കാനാവിലെ കല്യാണ വിരുന്നില് കർത്താവ് തമ്പുരാൻ കടന്നു എന്നിട്ട് പറഞ്ഞുണ്ട്, വെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കി മാറ്റുന്ന കർത്താവിനെ കാണുന്നുണ്ടല്ലേ. ഒഴിഞ്ഞ പാത്രങ്ങളെയാണ് നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ എന്ന ഭാവം എന്റെ യോഗ്യത കൊണ്ടല്ല ഞാനൊരു ബസ്ക്യോമോ ആയത്, മറിച്ച് ദൈവത്തിന്റെ കരുണയാ. എന്നെക്കാളും മനോഹരികളായ, എന്നെക്കാളും മിടുക്കികളായ അനേക ദൈവ ഭയമുള്ള സ്ത്രീകൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ എൻ്റെ മക്കളുടെ പാത്രങ്ങളിൽ ഒഴിച്ചു കൊടുക്കാൻ ഒരു അച്ഛന്റെ കുടുംബം, ഒരു പുരോഹിതന്റെ കുടുംബത്തിലെ മക്കൾ മറ്റ് സമൂഹത്തിന് മുഴുവൻ മാതൃകയായിരിക്കണം. നമ്മളുടെ കുടുംബത്തിന്റെ റിഫ്ലക്ഷൻ ആണല്ലോ മക്കൾ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവർ പാത്രം വെക്കട്ടെ, നീ നിറയ്ക്കട്ടെ. ഒരു അമ്മയുടെ സ്റ്റൈലാണ് ഒരു വീടിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെ? ഒരു അമ്മ എങ്ങനെയാണോ അങ്ങനെയാണ് വീട്. പുറമേയുള്ള മനുഷ്യനെ നമുക്ക് കളിപ്പിക്കാൻ പറ്റും, ഭക്തി കാണിച്ച് നമുക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷേ ഉള്ളറിയുന്ന ദൈവത്തെ കബളിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ള കൊച്ചമ്മമാരെ, നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യരാകണമെങ്കിൽ ഇവിടെ പൗലോസിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, അവൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണെന്ന്. പാത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഈ പാത്രത്തിന്റെ ഷേപ്പിലായിരിക്കും ഈ ഒഴിക്കുന്ന എണ്ണ അല്ലെങ്കിൽ വെള്ളം. ലിക്വിഡ് ആയിട്ടുള്ള ഏതൊരു സാധനവും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ ഷേപ്പിലിരിക്കും. അത് റൗണ്ട് ആയിട്ടുള്ള പ്ലേറ്റ് ആണെങ്കിൽ അത് അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു പോട്ട് ആണെങ്കിൽ അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ബീക്കർ ആണെങ്കിൽ അങ്ങനെ ഇരിക്കും. ഞാനും നിങ്ങളും എങ്ങനെ ഇരിക്കുന്നുവോ, കർത്താവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ എന്നിൽ ക്രിസ്തുവിനെ കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. ഒരു കൊച്ചമ്മയുടെ ശാന്തതയും ഒരു കൊച്ചമ്മയുടെ സൗമ്യതയും ഒക്കെ പണ്ടുള്ള ബസ്ക്യോമമാരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന്മാരുടെ ഒരു പാരിഷ് വർക്കില്, പാസ്റ്ററൽ ഫീൽഡിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇടവക ജനങ്ങളോട് ചിലപ്പോൾ മത്സരിക്കേണ്ടി വരും, ചിലപ്പോൾ അവരോട് കയർക്കേണ്ടി വരും, ചിലപ്പോൾ അവർക്ക് ദേഷ്യപ്പെടേണ്ടി വരും, ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ഒരു കൊച്ചമ്മയ്ക്ക് സാധിക്കും എങ്ങനെയെങ്കിലും ഈ അച്ഛനെ ഒന്ന് മാറ്റിയെടുക്കാൻ, അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അച്ഛനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുവാൻ. മറ്റുള്ളവർ നമ്മൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നത് അച്ഛാ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. അങ്ങനെ ആവുമ്പോഴല്ലേ അവർ നമ്മളിൽ ക്രിസ്തുവിനെ കാണുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഒരു ബാങ്ക് ഓഫീസറിനെ പോലെയോ ഒരു പോലീസ് ഓഫീസറിനെ പോലെയോ ഒരു ഡോക്ടറിനെ പോലെയോ അല്ലേ ഉള്ളൂ. താന്നു കൊടുക്കാം അച്ഛ, നമുക്ക് വിട്ടുകൊടുക്കാം അച്ഛ എന്ന് പറയത്തക്കവണ്ണം ഒരു പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. വീണ്ടും രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ സ്ത്രീ ആ പാത്രങ്ങളെല്ലാം നിറച്ചു, അയൽപക്കത്തെ പാത്രങ്ങളെല്ലാം നിറച്ചു കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ ഒന്നുമില്ല എന്ന് പ്രവാചകനെ അറിയിച്ചപ്പോൾ ആ എണ്ണയുടെ വരവ് നിന്നുപോയി. എണ്ണയുടെ പ്രവൃത്തി ഇല്ല എങ്കിൽ ദൈവാത്മാവിന്റെ വരവ് നിന്നു പോകും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നമ്മളുടെ പ്രവൃത്തി ഇല്ല എങ്കിൽ ദൈവാത്മാവുമായിട്ടുള്ള കണക്ഷൻ നിന്നു പോകും. പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ദൈവവേലയിൽ യാന്ത്രികമായ ഒരു പ്രവർത്തനമില്ല. കാരണം കാണുന്ന ബോസിനെ നമുക്ക് പറ്റിക്കാം, പക്ഷെ കാണാത്ത ബോസിനെ നമുക്ക് പറ്റിക്കാം. കാണുന്ന ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. കാണുന്ന ദൈവത്തെ, നമ്മുടെ ഉള്ളത്തെ അറിയുന്നവനെ നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കില്ല. ഒരു ക്രിസ്തീയ കുടുംബ ബന്ധത്തിൽ ഓരോ ബസ്ക്യോമായും പവർ ബാങ്ക് ആവണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 2, ഓരോ ബസ്ക്യോമായും അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രങ്ങളായി തീരണം. കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പാത്രങ്ങളായി മാറുക. അനേകരെ ഉൾക്കൊള്ളുവാൻ, ഒരു വസ്തുവിനെ ഉൾക്കൊള്ളാൻ ഒരു പാത്രത്തിന് സാധിക്കുന്നത് പോലെ അനേകരെ ഉൾക്കൊള്ളുവാൻ, അവരുടെ സങ്കടങ്ങളെ ഉൾക്കൊള്ളുവാൻ, അവരുടെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പ്രോമിസ് ചെയ്യുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അച്ഛൻ ടയർഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു അച്ഛന്റെ ബസ്ക്യോമോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓർത്തു ഈ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ 24 hours പ്രാർത്ഥിക്കുന്ന അച്ഛൻ കല്യാണം കഴിച്ചപ്പോഴല്ലേ മനസ്സിലായത്
അച്ഛനോട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അച്ഛൻ പറയും, എടി ഞാൻ ഇത്രയും നേരം പള്ളി പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്, നീ അങ്ങ് പ്രാർത്ഥിച്ചേര്. പക്ഷെ പലപ്പോഴും കൊച്ചമ്മ പറയും, അച്ഛാ ഒരു അച്ഛൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഈ 24 hours പല ബലഹീനതകളും ലോകമറിയാത്ത ജീവിത പങ്കാളിയുടെ ബലഹീനതകൾ അറിയുന്നവരാണ് ആര്? ഒരു ബിസ്ക്യോമോ അല്ലെ? ബലഹീനതകളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അവരും ജഡത്തിൽ മനുഷ്യരാണ് അല്ലെ? ജഡത്തിൽ അവരും മനുഷ്യരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെങ്കിലും അവർ ജഡത്തിൽ മനുഷ്യരാണ്. അവരുടെ ബലഹീനതകളെ അറിയുന്ന ആളാണ് ആര്? കൂട്ടുടമ്പടിക്കാരി, ജീവിത പങ്കാളി. അപ്പോൾ ജീവിത പങ്കാളി എപ്പോഴും എൻ്റെ അച്ഛന്റെ ബലഹീനത, മനുഷ്യൻ എന്ന നിലയിൽ ഒരു അച്ഛന് ബലഹീനതയുണ്ട്. എൻ്റെ അച്ഛന്റെ ബലഹീനത പുറം ലോകം അറിയിക്കാതിരിപ്പാൻ ദൈവസന്നിധിയിൽ, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ എടുത്തുചാട്ടക്കാരനായിരിക്കും, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ പറയുന്നതെല്ലാം അബദ്ധമായിരിക്കും, ഒരുപക്ഷെ എൻ്റെ അച്ഛൻ പാവമായിരിക്കും, പക്ഷെ ആരും അച്ഛനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല. ഇതെല്ലാം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, അകത്ത് കയറി പ്രാർത്ഥിക്കുന്ന നിറഞ്ഞ പാത്രങ്ങളാകണം ഓരോ ബിസ്ക്യോമായും. 2, ഓരോ ബിസ്ക്യോമായും ദൈവത്തിന്റെ പത്രമായി മാറണം. നമുക്കറിയാം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമായി തീരണം. 1 ദൈവത്തിന്റെ പാത്രമായി തീരണം, ദൈവത്തിനു വേണ്ടി നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് കവിയുന്ന, ദൈവാത്മാവിനെ വഹിക്കുന്ന പാത്രമാകണം. 2 ദൈവത്തിന്റെ പത്രമായി തീരണം. പത്രം നമുക്കറിയാം, പത്രം ഏറ്റവും വലിയ പത്രത്തിന്റെ അവൈലബിലിറ്റി, എല്ലാ കാര്യങ്ങളെയും ഒറ്റ നോട്ടത്തിൽ കൈക്കുള്ളിൽ വായിക്കുന്നതാണ് പത്രം. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും, പണ്ടുള്ളവർ ഏറ്റവും ചെയ്യുന്നത് എന്താ? അതിരാവിലെ ആദ്യം ചെയ്യുന്നത് പത്രം വായിക്കുക എന്നാ. പക്ഷെ ഇന്ന് അതിരാവിലെ ഒരു പത്രം വായിച്ചു കഴിഞ്ഞാൽ ഫുൾ ഓഫ് നെഗറ്റിവിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? പത്രം തുറക്കുമ്പോൾ ആദ്യം തന്നെ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് ഒരു ട്രെയിൻ മറിഞ്ഞുവെന്നോ, ഒരു പ്ലെയിൻ ക്രാഷ് ആയെന്നോ, ദുരന്തങ്ങളാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പത്രങ്ങളിൽ ദുരന്തങ്ങൾ പാടില്ല. ക്രിസ്തുവിന്റെ പത്രങ്ങളിൽ ക്രിസ്തുവിന്റെ മുഖഭാവം വേണം. ഓരോ ബിസ്ക്യോമായും പത്രത്തിന്റെ ഏറ്റവും, അവരെപ്പോഴും സെൻസേഷണൽ അട്രാക്റ്റീവ് ന്യൂസുകളെ കൊടുക്കുന്നത് പോലെ ക്രിസ്തുവിനെ മറ്റുള്ളവർ അട്രാക്ട് ചെയ്യുന്ന, മറ്റുള്ളവരാൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന പത്രങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. പത്രം ഈസ് വെരി അവൈലബിൾ. എല്ലാവർക്കും, ഏതൊരു സാധാരണക്കാരനും കിട്ടുന്നതാണ് എന്ത്? പത്രം എന്ന് പറയുന്നത്. ഏത് സാധാരണക്കാരനെയും വലിപ്പം ചെറുപ്പമില്ലാതെ ദൈവസഭയിൽ, എൻ്റെ പാരിഷിൽ, എൻ്റെ അച്ഛന്റെ പാരിഷിൽ വലിപ്പം ചെറുപ്പം, പണമുള്ളവൻ പണമില്ലാത്തവൻ, കൊള്ളുന്നവൻ കൊള്ളാത്തവൻ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവൈലബിൾ ആകുവാൻ ഒരു വൈദിക കുടുംബത്തിന് സാധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അത് ക്രിസ്തുവിന്റെ വേലയാകുന്നത്. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് ഇച്ഛിക്കുന്നു, ഈ പാവപ്പെട്ടവനും എന്നിൽ നിന്ന് ഇച്ഛിക്കുന്നുണ്ട് എന്ത്? എൻ്റെ പ്രാർത്ഥന, അല്ലെ എൻ്റെ അച്ഛന്റെ സാന്നിധ്യം. അപ്പോൾ അവരെ ഒന്ന് ക്ഷമിക്കുവാൻ, അവരോടൊന്ന് പൊരുത്തപ്പെടുവാൻ, അവരുടെ വേദനകളിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുവാൻ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് ആയിരിക്കണം. കർത്താവ് ഭൂമിയിൽ നമ്മളെ തിരഞ്ഞെടുത്ത് ആക്കിയപ്പോൾ യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുവാൻ കർത്താവിന് വേണ്ടി നമുക്ക് സാധിക്കുന്ന അട്രാക്റ്റീവ് പത്രങ്ങളാകുവാൻ ഓരോ ബിസ്ക്യോമയ്ക്കും സാധിക്കണം. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം, നമ്മളുടെ കോളിംഗ് അതാണ്. വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. പ്രിയ ബിസ്ക്യോമമാരെ, സമയക്കുറവുകൾ കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. 2 തിമോത്തിയോസിന്റെ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല എന്ന്. നാം കൊച്ചമ്മ, ബിസ്ക്യോമോ, വൈദിക കുടുംബത്തിന്റെ കൂട്ടുടമ്പടിക്കാരി എന്ന മല്ല് കെട്ടിയവരാണ് അല്ലെ? സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന വിശ്വാസ കപ്പലിന്റെ നല്ല ക്യാപ്റ്റനാണ് എൻ്റെ അച്ഛൻ അല്ലെ? എല്ലാ ഇടവകയുടെയും ക്യാപ്റ്റനാണ്. അഭിമന്യ തിരുമനസിന്റെ കൈകൾ എത്താത്തിടത്തെല്ലാം ആ ക്യാപ്റ്റൻഷിപ്പ് വഹിക്കുന്ന എൻ്റെ വലിയ ഷിപ്പിന്റെ, ഒരു വലിയ പാസഞ്ചർ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ് എൻ്റെ അച്ഛൻ. ആ ക്യാപ്റ്റനോട് ചേർന്ന് നിന്ന് ആ ഷിപ്പിന്റെ ഓരോ നൂക്ക് ആൻഡ് കോർണർ മനസ്സിലാക്കേണ്ടവളാണ് കൊച്ചമ്മ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ഷിപ്പിൽ എലി കയറാൻ സാധ്യതയുണ്ട് അല്ലെ? എലിയുടെ സ്വഭാവമുള്ളവർ നമ്മുടെ ഇടവകയിൽ കാണും. പലവിധമായ വ്യത്യസ്തമായ സ്വഭാവമുള്ളവര് നമ്മുടെ ഷിപ്പിനെ, വിശ്വാസ ഷിപ്പിനെ ഇങ്ങനെ തുരക്കും. നമ്മുടെ ദേഷ്യമാകാം, നമ്മുടെ സംസാരത്തിന്റെ ചൊവ്വില്ലാഴിയാകാം, നമ്മുടെ ട്യൂണാകാം, ഇതെല്ലാം ഓരോ എലികളാണ്. എന്നാൽ സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന പാസഞ്ചർ ഷിപ്പില് കർത്താവ് ഒരുപാട് പാസഞ്ചേഴ്സിനെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വൈദിക കുടുംബത്തിൽ ഒരു ബിസ്ക്യോമയുടെ ഉത്തരവാദിത്തം ആ ഷിപ്പിനെ അനുദിനം ചെക്ക് ചെയ്യാൻ കൊച്ചമ്മയ്ക്ക് സാധിക്കണം. ഷിപ്പിൽ സുഷിരങ്ങൾ ഉണ്ടാകരുത്. ഷിപ്പിൽ കിഴുത്തയുണ്ടായ എന്ത് സംഭവിക്കും? ഈ വെള്ളം കപ്പലിലേക്ക് കയറും, കപ്പൽ മുങ്ങിപ്പോവും. എന്നാൽ വെള്ളമില്ലാതെ, ഈ ലോകമില്ലാതെ നമ്മളില്ല. ഈ ലോകമാകുന്ന വെള്ളം, വിശ്വാസമാകുന്ന കപ്പലിൽ, നമ്മുടെ പോരാട്ടമാകുന്ന ഈ ലോകത്തിൽ പോകരുത്. കാരണം നാം സ്വർഗ സിയോനിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്ന കപ്പലിലെ പാസഞ്ചേഴ്സ് അല്ല, മറിച്ച് അതിന്റെ ക്യാപ്റ്റനും
ക്യാപ്റ്റന്റെ ഭാര്യയുമാണ്. ആ ക്യാപ്റ്റനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി നല്ല പാത്രമായി തീരുവാൻ ഓരോ കൊച്ചമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ പത്രമാകുവാൻ എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുന്ന അട്രാക്റ്റീവ് പത്രങ്ങളായി തീരണം. അപ്പോൾ മാത്രമാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ഇച്ഛിക്കുന്നത് ലോകത്തിന് കൊടുക്കണം. മറ്റുള്ളവർ നമ്മിൽ നിന്ന് ഇച്ഛിക്കുന്നത് ദൈവ ഇഷ്ടമാണെങ്കിൽ അത് ലോകത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇച്ഛ നമ്മളിലൂടെ ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാകുന്നത്. പ്രിയ കൊച്ചമ്മമാരെ, ആയതുകൊണ്ട് നല്ല പവർ ബാങ്കുകളാകാം. എവിടെ വെച്ചാണ് എൻ്റെ വിശ്വാസത്തിന്റെ വാച്ച് നിന്നു പോയതെന്ന് നോക്കാം. എവിടെയാണ് നല്ല കുടുംബ ബന്ധത്തിന്റെ സ്വരമാതിരിയുള്ള ആ ഒരു കൊച്ചമ്മ എന്ന പദവി ഏത് കാരണത്താലാണ് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത്, അതിനെല്ലാം ഒന്ന് തിരികെ പിടിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഈ കൊറോണ അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. യു ഷുഡ് ബ്രേക്ക് യുവർ ചെയിൻ. നമ്മുടേതായ സ്വഭാവങ്ങൾ, നമ്മുടേതായ ഇഷ്ടങ്ങൾ ദൈവരാജ്യത്തിന് വിരോധമാണെങ്കിൽ, ദൈവരാജ്യത്തിന് വിരോധമാണെങ്കിൽ വി ഷുഡ് ബ്രേക്ക് ദ ചെയിൻ. ചില സോഷ്യൽ ഡിസ്റ്റൻസുകൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വൈദികനുമായിട്ട്, നമ്മുടെ ഭർത്താവുമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളുമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ളവരുമായിട്ടുണ്ടെങ്കിൽ ചില സോഷ്യൽ ഡിസ്റ്റൻസുകളൊക്കെ മാറ്റിയിട്ട് ഹൃദയം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ ഈ കൊറോണ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, അല്ലെ? വാഷ് യുവർ ഹാൻഡ്സ്. കഴുകിക്കളയാം. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതൊക്കെ കഴുകിക്കളയാം. നമുക്കൊന്ന് എന്ത് ചെയ്യാം? ഇടയ്ക്കൊന്ന് സോപ്പിട്ട് കൊടുക്കാം. ഈ അച്ഛനെ സോപ്പിട്ട് കൊടുക്കാൻ ആർക്കേ പറ്റുള്ളൂ? നമുക്ക് മാത്രമേ പറ്റുള്ളൂ. എങ്ങനെയാ? കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ ആ സോപ്പൊക്കെ ഇട്ട് ഈ കൊറോണ കാലത്തില് നമുക്ക് ദൈവജനത്തിന് വേണ്ടി പ്രവർത്തിക്കാം. പിന്നെ ഈ മാസ്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലേ? എന്തിനു വേണ്ടി ആ മാസ്ക്? ആവശ്യമുള്ളതിന് മാത്രം തുറന്നാൽ മതി. കാതുകൾ ഉയരത്തിലേക്ക് ഉയർത്താം. ഞാൻ എൻ്റെ കണ്ണും എൻ്റെ കാതും പർവ്വതത്തിലേക്ക് ഉയർത്താം. എന്തിനു വേണ്ടി? മൂക്കും കൂടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താ? നിന്റെ മൂക്കിൽ കൂടെ നീ എടുക്കുന്ന ശ്വാസം നിന്റെ വായിൽ കൂടെ വരുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നീ വാക്കിനാൽ നിന്റെ ജീവൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകൾ കുറയ്ക്കാം. ഹൃദയം ദൈവത്തോട് ഈ നോമ്പുകാലത്ത് ചേർന്നിരിക്കട്ടെ. ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കട്ടെ. കൂടുതൽ വചനം പഠിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ ഉപവസിക്കുവാൻ. ചെവി ഇങ്ങനെ എലാസ്റ്റിക് ഇട്ട് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ് മൃഗങ്ങളെ പോലെ. എന്തിന്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. ദൈവ ശബ്ദം കേൾക്കാം. കണ്ണുകൾ ഉയർത്തി ദൈവത്തെ കാണാം. കണ്ണുകൾ കുനിച്ച് ലോകത്തെ കാണാം. ആവശ്യക്കാരനെ അന്വേഷിക്കാം. വായെ ഒന്ന് അടക്കി പിടിച്ച്, കുറച്ചൊന്ന് അടക്കി പിടിച്ച് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ പറന്നെടുക്കാൻ ഓരോ ബസ്ക്യാമയ്ക്കും സാധിക്കട്ടെ. നല്ല പവർ ബാങ്കുകളായിട്ട് നമ്മുടെ പുരോഹിതനോടൊപ്പം വേല ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി പൗലോസിനെ പോലെ നല്ല പാത്രമായി തീരുവാൻ, ക്രിസ്തുവിന് വേണ്ടി നല്ല പത്രമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എനിക്ക് ഇത്രയും വലിയൊരു ഗ്ലോബൽ മീറ്റിൽ നിങ്ങളോടൊപ്പം ഒന്നിച്ചായിരിക്കാൻ എന്നെ അനുവദിച്ച സർവശക്തനായ ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അനുവാദം തന്ന മർത്തോമ മെട്രോപൊളിറ്റനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും അങ്ങേ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ആയതിനായിട്ട് എനിക്ക് അവസരം തന്ന ഏറ്റവും ബഹുമാനിയായ സൂസമ്മ കൊച്ചമ്മ, പുഷ്പ കൊച്ചമ്മ, രണ്ടുപേരോടുള്ള നന്ദി. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനൊക്കെ നോക്കിയതാണ്. എങ്കിലും ആ സൂസമ്മ കൊച്ചമ്മയുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എനിക്ക് വേണ്ടി ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ആ ഒരു ഇതിനോട് ഞാൻ കണ്ടു, ചില പ്രായമുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കണം ഒരു കൊച്ചമ്മ എന്ന നിലയിൽ ഞാനുമെന്ന് ഞാൻ കാരണം ഇന്നാണെങ്കിൽ തന്നെ എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു. കാരണം ഇന്ന് വാക്സിനേഷൻ ഡേ ആയിരുന്നു, കോവിഡ് വാക്സിനേഷൻ. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, പനി വരികയാണെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞേ വരാവേ കർത്താവേ എന്ന്. അത്ര സ്നേഹത്തോടെയാണ് പുഷ്പ കൊച്ചമ്മ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത്, സുസ്മ കൊച്ചമ്മ എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രബോധിപ്പിച്ച്, അതിലുപരിയായിട്ട് മർത്തോമ സഭയിലെ മുഴുവൻ കൊച്ചമ്മമാരെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒത്തിരി 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 നന്ദിയുണ്ട്. കാരണം ഇത്രയും വചനങ്ങളൊക്കെ പഠിക്കുന്ന നിങ്ങളെക്കാളൊക്കെ ഒത്തിരി താഴെയാണ് ഞാൻ. എങ്കിലും നിങ്ങളെ ഒരുമിച്ച് ഒന്ന് കാണാൻ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, നമുക്ക് ഒന്നു ചേർന്ന്, നിങ്ങളല്ല നമ്മൾ ക്രിസ്തുവിന്റെ പാത്രമായി മാറാം. നമുക്ക് ക്രിസ്തുവിന്റെ പത്രമായി മാറാം. നമ്മളുടെ സ്വർഗത്തിനും ഭൂമിയുടെയും ഇടയ്ക്കുള്ള കണക്ടർ ആയിരിക്കുന്ന അച്ഛന്റെ നല്ല പവർ ബാങ്കുകളാകാം. ഇടവകയ്ക്ക് നല്ല പവർ ബാങ്കുകളായിട്ട് എവിടെയെങ്കിലും എൻ്റെ അച്ഛന്റെ ശക്തി ക്ഷയിക്കുന്നുണ്ടെങ്കിൽ അച്ഛനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് എൻലൈറ്റനായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം ലോകത്തിൽ കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വീണ്ടും വീണ്ടും എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നന്ദി.
Thank you, Merlin Kochima, for the powerful message and stirring our hearts and motivating us to be power banks for the Lord. I'm sure we are one step closer to that calling that God has given us. For the last 30-35 minutes, God has engaged with us and prodded us to look within and have sparked a flame or two. We have about 15 minutes to ask Kochima any doubts or questions that we may have. Now is the time we can ask these questions. To save up time, we have a few of our participants who have given us a feedback. Do we have Lalita Abraham Kochima who has joined in? Yes, this forum is open for anybody who needs to ask a question. Kochima has indeed, on kuliki, nammal ellare on kuliki. So I'm sure we have some questions. Old, young, ivide language inde barrier illa. All shoot some questions. I would like to encourage the young Kochimas as well who may have joined us for the first time to feel free and ask questions. Merlin Kochima, I think you have been so beautifully simple that we've understood everything. Yeah. Since we are running out of time, we will move ahead. I presume we have no questions. Kochima, we are very grateful that you have spoken to us. And it reminds me that, fill my cup and let it overflow. Indeed, God has made us a cup, a vessel, a letter, a newspaper. And I hope people can see God through us. I think that is the biggest message we take from you. Thank you for being with us today. Thank you. In order to cement Kochima's talk today, let's look to the word which is alive and active and sharper than any double-edged sword. Let's be attentive to the scripture reading, for which I invite Leona Naresh Babu Kochima from the Chennai Bangalore Diocese. Kochima, audible? Yes, started. Today's reading, 2 Kings, chapter 4, 1-7. Chapter 4, 1-7. ಒಂದು ದಿವಸ ಪ್ರವಾದಿ ಮಂಡಳಿಯವರಲ್ಲೊಬ್ಬನ ಹೆಂಡತಿಯು ಎಲೀಷನ ಹತ್ತಿರ ಬಂದು ಅವನಿಗೆ, ನಿನ್ನ ಸೇವಕನಾದ ನನ್ನ ಗಂಡನು ಮರಣ ಹೊಂದಿದನು. ಅವನು ಯೆಹೋವನಲ್ಲಿ ಭಯಭಕ್ತಿಯುಳ್ಳವನೆಂಬುದು ನಿನಗೆ ಗೊತ್ತುಂಟಲ್ಲ. ಸಾಲ ಕೊಟ್ಟವನು ನನ್ನ 2 ಮಕ್ಕಳನ್ನು ದಾಸರನ್ನಾಗಿ ತೆಗೆದುಕೊಂಡು ಹೋಗೋದಕ್ಕೆ ಬಂದಿದ್ದಾನೆ ಎಂದು ಮೊರೆ ಇಟ್ಟಳು. ಎಲೀಷನು ಆಕೆಗೆ, ನಾನು ನಿನಗೇನು ಮಾಡಬೇಕೆನ್ನುತ್ತಿ? ನಿನ್ನ ಮನೆಯಲ್ಲಿ ಏನಿರುತ್ತದೆ ಹೇಳು ಅಂದನು. ಅದಕ್ಕೆ ಆಕೆಯು, ನಿನ್ನ ದಾಸಿಯ ಮನೆಯಲ್ಲಿ ಒಂದು ಮೊಗೆ ಎಣ್ಣೆಯೂ ಹೊರತಾಗಿ ಏನೂ ಇಲ್ಲ ಎಂದು ಉತ್ತರ ಕೊಟ್ಟಳು. ಆಗ ಎಲೀಷನು ಆಕೆಗೆ,
ಹೋಗಿ ನಿನ್ನ ನೆರೆಯವರಿಂದ ಸಿಕ್ಕುವಷ್ಟು ಬರೀ ಪಾತ್ರೆಗಳನ್ನು ಕೇಳಿಕೊಂಡು ಬಾ. ಅನಂತರ ನಿನ್ನ ಮಕ್ಕಳನ್ನು ಒಳಗೆ ಕರ್ಕೊಂಡು ಬಾಗಿಲನ್ನು ಮುಚ್ಚಿ ಎಣ್ಣೆಯನ್ನು ಪಾತ್ರೆಗಳಲ್ಲಿ ಒಯ್ದು ತುಂಬಿದವುಗಳನ್ನೆಲ್ಲ ಒತ್ತಿಟ್ಟಿಗಿಡು ಎಂದು ಹೇಳಿದನು. ಆಕೆ ಹೋಗಿ ಮಕ್ಕಳನ್ನು ಒಳಗೆ ಕರ್ಕೊಂಡು ಬಾಗಿಲನ್ನು ಮುಚ್ಚಿ ಅವರು ಮುಂದಿಟ್ಟ ಪಾತ್ರೆಗಳನ್ನೆಲ್ಲ ಎಣ್ಣೆ ಒಯ್ದಳು. ಪಾತ್ರೆಗಳು ತುಂಬಿದಾಗ ಆಕೆಯು ಮಗನಿಗೆ ಇನ್ನೊಂದು ಪಾತ್ರೆಯನ್ನು ತಂದಿಡು ಅನ್ನಲು ಅವನು ಪಾತ್ರೆಗಳು ತೀರಿದವೆಂದು ಉತ್ತರ ಕೊಟ್ಟನು. ಕೂಡಲೇ ಎಣ್ಣೆಯುಕ್ಕುವುದು ನಿಂತು ಹೋಯಿತು. ತರುವಾಯ ಆಕೆಯು ದೇವರ ಮನುಷ್ಯನ ಹತ್ತಿರ ಬಂದು ನಡೆದಿದ್ದನ್ನೆಲ್ಲ ತಿಳಿಸಿದಳು. ಅವನು ಆಕೆಗೆ, ಹೋಗಿ ಎಣ್ಣೆಯನ್ನು ಮಾರಿ ಸಾಲ ತೀರಿಸು, ಉಳಿದ ಹಣದಿಂದ ನೀನು ನಿನ್ನ ಮಕ್ಕಳು ಜೀವನ ಮಾಡಿರಿ. Please continue, Kochma. Here ends reading. May I now call upon Mrs. Mary Kuti Simon Kochma to lead us into the prayer of intercession. Mary Kuti Simon Kochma. കൊച്ചമ്മ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. യെസ്, കേൾക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയാണോ കൊച്ചമ്മേ? അതെ അതെ കൊച്ചമ്മ, പ്രാർത്ഥിക്കാം. ഹലോ, പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയാ കൊച്ചമ്മേ. ഓക്കെ ഓക്കെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളെ കേട്ട വചനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളൊക്കെ ആക്കിയിരിക്കുന്നിടത്ത് നല്ല പത്രങ്ങളാണോ? മറ്റുള്ളവരുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കുന്നു? നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? നമ്മളുടെ സാക്ഷ്യം എന്താണെന്ന് നമുക്ക് തന്നെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. നമ്മളെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, ശുശ്രൂഷകൾ അനുഗ്രഹകരമായി തീരുവാൻ നമുക്ക് ദൈവസേനയിൽ നമ്മളെ ഇങ്ങനെ ഒരു കൂടിവരവ് ദൈവം ഒരുക്കിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഈ കൂടിവരവിൽ കൂടെ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു, നമ്മൾ അനുഗ്രഹം പ്രാപിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. നമ്മുടെ മെത്രാപ്പൊലീത്ത വലിയ തിരുമേനിക്ക് വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിപ്പാനുള്ള വരം തരണമേ എന്ന് നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. വലിയ തിരുമേനിയെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കിടക്കയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മകന്റെ ശുശ്രൂഷകൾ അനുഗ്രഹകരമായി തീരുവാന് സ്വർഗത്തിലെ ദൈവമേ നീ ഇടയാക്കണമേ. സഭയെ നേരോടെ നയിപ്പാൻ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മറ്റു തിരുമേനിമാർക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ തിരുമേനിമാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ ജനത്തെ നയിപ്പാനുള്ള ദൈവറുകൾ കൊടുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അച്ഛന്മാർക്കായി, നമ്മുടെ എല്ലാ സുവിശേഷകർക്കായി,
നമ്മുടെ എല്ലാ സേവനിമാർക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹകരമായി തീരുവാന് അവിടുന്ന് നമുക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊരു വലിയ നോയമ്പിന്റെ നാളുകളിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. ഈ നോമ്പ് കാലം സമർപ്പണത്തിന്റെയും രൂപാന്തരത്തിന്റെയും പുതുക്കത്തിന്റെയും അനുഭവങ്ങളായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം പഠിക്കുന്നവരായി അതിനനുസരിച്ച് ജീവിക്കുന്നവരായി ആഴമേറിയ അനുഭവം ഉള്ളവരായി തീരുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് രോഗരാഷ്ട്രങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കോവിഡ് മഹാമാരി മൂലം വേദനപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന അനേക ജനങ്ങളുണ്ട്. നമ്മളിൽ പലരും കർത്താവെ രോഗികളായി തീർന്നിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവസേനയിൽ ഉയർത്തി പ്രാർത്ഥിക്കാം. നമ്മൾ സുഖമുള്ളവരായ ദൈവസേനയിൽ വന്നപ്പോൾ നമ്മുടെ സമസിസ്റ്റങ്ങൾ എത്ര പേര് രോഗികളായിട്ട് ഭാരങ്ങൾ അനുഭവിക്കുന്നു. അവരെയൊക്കെ നമുക്ക് ദൈവസേനയിൽ ഉയർത്തി പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ അവിടുന്ന് അധികമായി ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നീതിബോധമുള്ള ജനങ്ങളെ നീതിബോധമുള്ളവരും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും തിരഞ്ഞെടുക്കപ്പെടുവാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അച്ഛന്മാരുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊച്ചമ്മമാരെയും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. വാർദ്ധക്യത്തിലെ ക്ഷീണയിൽ കഴിയുന്ന അച്ഛന്മാരുണ്ട്, രോഗാവസ്ഥയിൽ കഴിയുന്ന അച്ഛന്മാരുണ്ട്, കൊച്ചമ്മമാരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏത് അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന നല്ല ഭടന്മാരായി തീരുവാൻ നമ്മുടെ എല്ലാ അച്ഛന്മാരെയും അവിടുന്ന് ഇട്ട് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തനിയെ ആയിരിക്കുന്ന അച്ഛന്മാരും കൊച്ചന്മാരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പലവിധ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകിയ എല്ലാ പ്രിയ കൊച്ചന്മാരെയും ദൈവസേനയിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവെ വചനം ശുശ്രൂഷിച്ചതിന്റെ മകളെ അവിടുന്ന് അധികമായിട്ട് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ സുവിശേഷീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. നമ്മളുടെ ജീവിതത്തിലെ സാക്ഷ്യം എവിടെയെന്ന് കാണുവാന് ദൈവമേ നമുക്ക് എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുമായി ഞങ്ങൾ ദൈവസേനയിൽ കടന്നു വന്നല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമാണല്ലോ. നന്ദിയോടെ ഞങ്ങൾ തന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വലിയ തിരുമേനിക്കായി നന്ദിയോടെ സ്തോത്രം. നിന്റെ മകനെ അവിടുന്ന് ഇത്രത്തോളം ബലപ്പെടുത്തുന്നതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു കർത്താവേ. തുടർന്നുള്ള സമയങ്ങളിൽ അവിടുത്തെ കൃപ അധികമായി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ തിരുമേനിമാരെയും ദൈവസേനയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കൊച്ചന്മാരെ ദൈവസേനയിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളൊക്കെ സാക്ഷ്യമുള്ളവരായി തീരുവാൻ മറ്റുള്ളവർ വായിക്കുന്ന പത്രങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കരയറ്റിക്കൊണ്ട് ജീവിപ്പാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള ദൈവകൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ നോയമ്പ് കാലത്ത് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ നോയമ്പ് കാലത്ത് കർത്താവിനെ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ, പുതുക്കത്തിന്റെ അനുഭവങ്ങളായി തീരുവാൻ, രൂപാന്തരത്തിന്റെ അനുഭവങ്ങളായി തീരുവാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗരാഷ്ട്രങ്ങളെ ദൈവസേനയിൽ സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ രാഷ്ട്രത്തെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനപ്പെടുന്ന ജനസമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സൗഖ്യമാക്കുന്ന യഹോവ അവിടെ നിന്നാണല്ലോ. നീ സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ കർത്താവെ. നിന്റെ കരം ഇന്നുവരെയും കുറുതായി പോയിട്ടില്ല, അത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണല്ലോ കർത്താവെ. ഞങ്ങളുടെ സംസ്ഥാനത്ത് കർത്താവെ, ജനപ്രതിനിധികള് ദൈവബോധമുള്ളവരായി തീരുവാൻ, ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ കർത്താവെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസേനയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ആയി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഇത്രത്തോളം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് കൂടെ ഇരുന്നല്ലോ, നടത്തിയല്ലോ, ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പല ദേശങ്ങളിൽ പല ഭാഷകൾ സംസാരിക്കുന്ന ഇടങ്ങളില് പല സമൂഹങ്ങളിൽ മധ്യത്തിലായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ലഭിച്ച അവസരങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഇതിന്റെ ചുമതല വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചന്മാർക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ശുശ്രൂഷകളെ മാനിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. എല്ലാവരുടെയും ദൈവനാമം മഹത്വം എടുക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. Amen. Next to the word of God, the noble act of music is the greatest treasure in the world. I invite Sheen S. Vergis Kochama of the North America Europe Diocese to present a song. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മാനീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ, ആത്മാവിനായി ദാഹിക്കുന്നേ. മാനീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ, ആത്മാവിനായി ദാഹിക്കുന്നേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. That was indeed a meaningful song. I would now invite Pushpa Kochma for the announcements. Okay, first one about directory. Directory ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡയറക്ടറിയുടെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് എത്തിയിരിക്കുന്നു. ഫൈനൽ സ്റ്റേജിൽ
നമ്മൾ അതിന്റെ ഡയസിസൺ വൈസ് ഡേറ്റ കമ്പൈലേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. അടുത്തത് ദി മാർത്തോമ കവനന്റ് ക്വയർ, അതിന്റെ അടുത്ത പ്രോജക്റ്റ് ആയ ഈസ്റ്റർ സോങ്ങിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ കളക്ഷൻ നടക്കുന്നു. അതിലെ മെമ്പേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സെൻഡിങ് ഓഡിയോ ആൻഡ് വീഡിയോ February 20th എന്നുള്ളത് February 28ലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സമയത്തിനുള്ളിൽ എല്ലാവരും അയച്ചു കൊടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത തേർഡ് വൺ ചെയിൻ പ്രയർ. ഞായർ ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ഭദ്രാസന തലത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ടൈം സ്ലോട്ട് ഫില്ല് ചെയ്ത് അനുഗ്രഹമായി നടക്കുന്നതിന് കൊച്ചമ്മമാർ ശ്രദ്ധിക്കുമല്ലോ. അത് ഒരു ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ പറയുകയാണ്, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നമ്പർ 4, ദി മാർത്തോമ ബസ്ക്യോമോ സ്റ്റഡി ഫോറം, ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഫോർ ദ ക്ലർജി വൈഫ്സ്. നമ്മുടെ മാർത്തോമ ബസ്ക്യോമോസ് ഫെലോഷിപ്പിന്റെ ഒരു പോഷക സംഘടനയായിട്ട് ഇത് രൂപീകരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരു 6 month കോഴ്സ് വിത്ത് വീക്ക്ലി സെഷൻസ് ഓഫ് 1 hour and 15 minutes. അത് ദാറ്റ് ഇസ് പ്ലാനിങ് ടു സ്റ്റാർട്ട് ഇൻ ജൂൺ. കാരണം നമുക്ക് ഇപ്പം അച്ഛന്മാർക്ക് ട്രാൻസ്ഫർ ഒക്കെ വരുന്ന ഒരു സമയമാണല്ലോ April May. അതിന്റെ വർക്ക് ബാക്കപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജൂണിൽ അത് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് മിസ്സസ് ജ്യോതി ആൻഡ് അബിൻ വർക്ക് ചെയ്യുന്നു. അടുത്ത ഒരു റിക്വസ്റ്റ് ആണ്, ഓരോ ഭദ്രാസനവും ഓരോ ടേമിലും ഫെലോഷിപ്പ് മീറ്റിങ്ങുകൾ ക്രമീകരിച്ച നമ്മുടെ കൂട്ടായ്മകൾ ശക്തമാക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ചില ഭദ്രാസനങ്ങൾ അത് നന്നായി ചെയ്ത് കാണുന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ എല്ലാ ഭദ്രാസനങ്ങളും അത് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. അത് എല്ലാവരും അത് നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്, സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, തുടർന്നും ഏവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് അതിനോടൊപ്പം ചേർന്ന് നമ്മുടെ നിത്യതയിൽ പ്രവേശിച്ച കൊച്ചമ്മമാരുടെ പേരുകൾ ഇവിടെ അനൗൺസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. October 3 ശേഷം നടന്ന ആദ്യ ഗ്ലോബൽ മീറ്റിംഗ് ആണല്ലോ October 3 നടന്നത്. അതിനുശേഷം നിത്യതയിൽ പ്രവേശിച്ച 3 കൊച്ചമ്മമാരുണ്ട്. ഒന്ന് 4/12/2020 മിസസ് അന്നമ്മ ജേക്കബ്, വൈഫ് ഓഫ് ലേറ്റ് റെവറൻഡ് KT ജേക്കബ്, റാന്നി. സെക്കൻഡ് വൺ 1/1/2021 മിസസ് ചിന്നമ്മ മാത്യു, വൈഫ് ഓഫ് ലേറ്റ് റെവറൻഡ് KV മാത്യു, പെണ്ണുക്കര. നെക്സ്റ്റ് വൺ 24th January 2021 മിസസ് LC വർഗീസ്, വൈഫ് ഓഫ് ലേറ്റ് റെവറൻഡ് MS വർഗീസ്. ഈ കൊച്ചമ്മമാരുടെ ജീവിതത്തിനും അവർ കാട്ടിത്തന്ന നല്ല മാതൃകകൾക്കും മൂല്യങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ആ നല്ല മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവർക്കും നമ്മുടെ വരും തലമുറയ്ക്ക് ഭാഷാന്തരം പകരപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹകരമായിട്ട് തീരട്ടെ. അവരുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അനൗൺസ്മെന്റും ഒപ്പം നിത്യതയിൽ പ്രവേശിച്ച കൊച്ചമ്മമാരുടെയും പേരുകളാണ് ഇവിടെ അനൗൺസ് ചെയ്തത്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് കരുതട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, Kochama. Through the eyes of gratitude, everything is a miracle. And hence, I now call upon Mrs. Raji Bobby Philip Kochama to propose the vote of thanks. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, അധ്യക്ഷ സൂസമ്മ ജോർജ് മാത്യു കൊച്ചമ്മ, സെക്രട്ടറി പുഷ്പ ജെ പുനമടം കൊച്ചമ്മ, മെയിൻ സ്പീക്കർ മെർലിൻ ടി മാത്യു കൊച്ചമ്മ, പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഒരിക്കൽ കൂടി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ പാൻഡമിക്കിന്റെ കാലത്ത് നമ്മളെ സുരക്ഷിതരായി സൂക്ഷിച്ച് പരസ്പരം കാണുമാറാക്കിയ ദൈവത്തിന് നന്ദി. ഉടനീളം വ്യാപരിച്ച ദൈവകൃപയെ നന്ദിയോടെ ഓർക്കുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും ബാധിതരെയും അവരെ സഹായിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മെ കർത്തവ്യബോധമുള്ളവരാക്കുവാൻ ഈ മീറ്റിങ്ങിന് കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. കേൾക്കുന്ന കാര്യങ്ങൾ പ്രവർത്തികളായി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ.
നമ്മുടെ മെത്രാപ്പോലിത്ത തിരുമേനി മീറ്റിംഗിന് ആഗതനായതിന്റെ സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. ശാന്തസുന്ദരവും പ്രൗഢവുമായ അങ്ങയുടെ നേതൃത്വത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. തിരുമേനിയുടെ പ്രസംഗത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പ്രചോദനത്തിന് നന്ദി. ദൈവമാണ് സ്ഥാനത്തിന് അർഹനാക്കിയത് എന്ന് തിരുമേനി ഓർമ്മപ്പെടുത്തി. പ്രായത്തിൽ ചെറുപ്പവും അനുഭവത്തിൽ ചുരുക്കവും ആണെന്ന് തിരുമേനി ഓർത്തെടുത്തു. ദൈവാത്മാവിന്റെ പ്രചോദനമാണ് തന്റെ പ്രവൃത്തികൾക്ക് പിന്നിലെന്ന് തിരുമേനി നമ്മോട് പറഞ്ഞു. പൂർണ്ണമായും ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ച തിരുമേനിക്ക് നന്ദി. പ്രയാസമായാലും പരിമിതികളായാലും ജീവിതം തന്നെ ചുരുങ്ങിപ്പോയോ എന്ന് സംശയിക്കുന്ന സമയത്തും ദൈവം നമ്മെ നയിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ നമ്മോട് തിരുമേനി ആഹ്വാനം ചെയ്തു. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നു വരണമെന്നും തിരുമേനി ഓർമ്മപ്പെടുത്തി. ദൈവസ്നേഹം തിരിച്ചറിയുന്നവരായി തീരണം ബസ്കിയാമ്മമാർ. ദൈവ സൃഷ്ടികളെ സ്നേഹിക്കുന്നവരാകുകയും ചെയ്യണമെന്ന് തിരുമേനി പറഞ്ഞു. ദൈവവചനം ആഴത്തിൽ പഠിച്ച് അത് മറ്റുള്ളവർക്ക് പ്രവൃത്തികളായി കാണിച്ചു കൊടുക്കുവാൻ ബസ്കിയാമ്മമാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരുമേനി തന്റെ പ്രസംഗം ചുരുക്കി. തിരുമേനിക്ക് ദൈവകരുതലായിരിക്കുവാൻ തിരുമേനിയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ പ്രസംഗത്തിനും പൂർണ്ണസമയ സാന്നിധ്യത്തിനുമുള്ള ആദരവും നന്ദിയും അറിയിക്കുന്നു. ഈ പുതുവർഷം ദൈവകരുണയുടെ വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങയുടെ പരമാധ്യക്ഷതയിൽ സഭ ശാന്തിയും സന്തോഷവും ചൈതന്യവും കൃപയും നിറയുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനിയോടുള്ള ആദരവും സ്നേഹവും അറിയിക്കുന്നു. മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് കൂടിയായ സൂസമ്മ ജോർജ് മാത്യു കൊച്ചമ്മയാണ്. വളരെ പക്വതയോടെ സംഘടനയെ നയിക്കുന്നു. പല രീതിയിലുള്ള ആളുകളുടെ ഇടയിലാണ് നാം വസിക്കുന്നതെന്ന് കൊച്ചമ്മ പറഞ്ഞു. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുള്ളതായിരിക്കണം. കർത്താവിന്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നവരായി നമ്മൾ മാറണമെന്നും കൊച്ചമ്മ ഉദ്ബോധിപ്പിച്ചു. നോമ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും നോമ്പുകാലം അനുതാപത്തിലേക്കും ആത്മതപനത്തിലേക്കും നമ്മെ നയിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചമ്മ തന്റെ പ്രസംഗം ചുരുക്കി. പ്രധാന സന്ദേശം നൽകിയത് മെർലിൻ ടി മാത്യു കൊച്ചമ്മയാണ്. ലിവ് ദ ഗോസ്പൽ എന്ന ടോപ്പിക്കിലൂടെ വളരെ അർത്ഥവത്താക്കിയ പ്രസംഗം നമ്മെ നമ്മുടെ ചുമതലകളെ കുറിച്ച് ബോധമുള്ളവരാക്കി തീർത്തു. തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് നാം എന്നും പുരോഹിത പദവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും കൊച്ചമ്മ ഓർമ്മപ്പെടുത്തി. ദൈവിക വേലയിൽ തുല്യ പങ്കാളിത്തമുള്ളവരാണ് കൊച്ചമ്മമാരെന്ന് കൊച്ചമ്മ ഓർമ്മപ്പെടുത്തി. ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ സംസാരിക്കുന്ന പുരോഹിതരുടെ പങ്കാളികളാണ് നാം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് കൊച്ചമ്മ അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തി. 3 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഊന്നിയാണ് കൊച്ചമ്മ സംസാരിച്ചത്. നമ്മൾ നല്ല പവർ ബാങ്കുകളായിട്ട് മാറണം. അച്ഛന്മാർക്ക് പവർ സപ്ലൈ ചെയ്യുന്ന നല്ല പവർ ബാങ്കുകൾ, ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസായി പോകാതെ, ഇടയ്ക്കിടയ്ക്ക് ചാർജ് കുറയാതെ, ചാർജ് നിലനിർത്തിക്കൊണ്ട് അച്ഛന്മാരെ ചാർജ് ചെയ്യുന്ന പവർ ബാങ്കുകളായിട്ട് നാം മാറണമെന്ന് കൊച്ചമ്മ അഭിപ്രായപ്പെട്ടു. രണ്ടാമത്, നിറഞ്ഞു കവിയുന്ന പാത്രങ്ങളായിട്ട് മാറണം. നല്ല ഗുണഗണങ്ങളുള്ള പാത്രങ്ങളായിട്ട് മാറണം. അത് നിറഞ്ഞു കവിയണം. നമ്മുടെ മക്കൾക്കും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജനങ്ങൾക്കും അത് കവിഞ്ഞ് ആ ഗുണങ്ങൾ അവരിലേക്ക് പകരുന്നതായി മാറണമെന്ന് കൊച്ചമ്മ ഓർമ്മപ്പെടുത്തി. ക്രിസ്തു മെയിൻ ന്യൂസ് ആയിരിക്കുന്ന പത്രങ്ങളായിട്ട് മാറണം. ക്രിസ്തുവിനെ കൊടുക്കുന്ന പത്രങ്ങളായിട്ട് മാറണം. അത് അവൈലബിൾ ആയിരിക്കണം എന്നും കൊച്ചമ്മ ഓർമ്മപ്പെടുത്തി. കൊച്ചമ്മ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയുന്നു. ബാക്കി ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അത് പ്രവർത്തികളാക്കി രൂപപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. കൊച്ചമ്മയുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങളെ ഒന്ന് ചാർജ് ചെയ്യാൻ കൊച്ചമ്മ പകർന്ന ഈ വലിയ സന്മനസ്സിന് ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് ഞങ്ങളോടൊപ്പം വന്ന, ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത മെർലിൻ ടി മാത്യു കൊച്ചമ്മയോടുള്ള എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. മേൽക്കുമേൽ കൊച്ചമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി മീറ്റിംഗിന് സ്വാഗതം പറഞ്ഞത് നമ്മുടെ സെക്രട്ടറി പുഷ്പാജയ പുനമടം കൊച്ചമ്മയാണ്. സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൊച്ചമ്മയുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൂട്ടായിട്ടുണ്ട്. കൊച്ചമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു.
പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് സാലി അലക്സ് കൊച്ചമ്മയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് മേരിക്കുട്ടി സൈമൺ കൊച്ചമ്മയാണ്. ക്ലോസിംഗ് പ്രയർ നടത്തുന്നത് ആനി കോശി കൊച്ചമ്മയുമാണ്. ഈ 3 കൊച്ചമ്മമാരോടുമുള്ള അഗൈതവമായ നന്ദി ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ പേരിൽ അറിയിക്കുന്നു. വേദഭാഗം വായിച്ച് സഹായിച്ചത് ലിയോന നരേഷ് ബാബു കൊച്ചമ്മയാണ്. കൊച്ചമ്മയുടെ ഭാഷയിൽ വേദപുസ്തകം വായിച്ചു. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. കൊച്ചമ്മ വളരെയേറെ നന്ദി. ഞങ്ങളോടൊപ്പം കൂടിയതിന് വളരെയേറെ നന്ദി. ശ്രുതിമധുര സംഗീതം കൊണ്ട് മീറ്റിംഗിനെ സന്തോഷത്തിലാക്കിയ ഷീനസ് വർഗീസ് കൊച്ചമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷന് ആശംസകൾ അർപ്പിച്ച നവിത ജോജി കൊച്ചമ്മയോടുള്ള സ്നേഹം അറിയിക്കട്ടെ. നമ്മുടെ ഹോസ്റ്റ് സൂസൻ സാംസൺ കൊച്ചമ്മയാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഗൗരവത്തോടെ ഭംഗിയോടെ നിർവഹിച്ച ബഹുമാനപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദിയും കടപ്പാടും ബസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സാംസൺ അച്ഛനോടുമുള്ള കടപ്പാട് വളരെയേറെയാണ്. നന്ദി അച്ഛ, വളരെയേറെ നന്ദി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. നമുക്ക് ബ്രോഷർ പ്രിപ്പയർ ചെയ്ത് സഹായിച്ചത് സോജി മെറിൻ മാത്യു കൊച്ചമ്മയാണ്. കൊച്ചമ്മ വളരെയേറെ നന്ദി കൊച്ചമ്മ. താങ്ക് യു സോ മച്ച്. ഓൺ ബിഹാഫ് ഓഫ് MTBF മീറ്റിംഗിന്റെ മാസ്റ്റർ ഓഫ് സെറിമണി അഞ്ജു നോബിൾ കൊച്ചമ്മയായിരുന്നു. പ്രോഗ്രാം ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മെ സഹായിച്ചതും കൊച്ചമ്മയായിരുന്നു. കൊച്ചമ്മ ഇവിടെ നീളം ദൈവകൃപ കൊച്ചമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. സഹായിച്ചതിന് വളരെയേറെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. MTBFന്റെ എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ 13 ഭദ്രാസന ചുമതലക്കാരോടും കമ്മിറ്റി അംഗങ്ങളോടും വളരെയേറെ നന്ദിയുണ്ട്. അവരാണ് യഥാസമയത്ത് ഈ നോട്ടീസൊക്കെ അംഗങ്ങളുടെ ഇടയിൽ വാട്സാപ്പിലൂടെ വിതരണം ചെയ്തത്. എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോടും, ഭദ്രാസന കമ്മിറ്റി അംഗങ്ങളോടുമുള്ള സംഘടനയുടെ വളരെയേറെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഏറ്റവും അവസാനമായി ബഹുമാനപ്പെട്ട കൊച്ചമ്മമാരോടുള്ള നന്ദിയാണ്. പ്രാർത്ഥനയാണ് സംഘടനയുടെ ബലം. പ്രാർത്ഥിച്ച് പങ്കെടുത്ത് സഹായിച്ച എല്ലാ കൊച്ചമ്മമാരെയും നന്ദിയോടെ ഓർക്കുന്നു. ജോലി തിരക്കുകൾക്കിടയിലും ഈ മീറ്റിംഗിന്റെ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് ഒന്നുചേരുവാൻ കാണിച്ച വലിയ സന്മനസ്സിന് നന്ദി. ഫെലോഷിപ്പിന്റെ പേരിലുള്ള എല്ലാ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്കും ഞങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ അച്ഛന്മാരുടെ പങ്കാളികളാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. ഉടമ്പടി ബന്ധത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യ കെട്ടുപണിക്കായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കൾക്കുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ വേല തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ. ലീവ് ദ ഗോസ്പൽ, സുവിശേഷമായി തീരുക. നമ്മുടെ പ്രവർത്തനവും പ്രവൃത്തിയും വാക്കുകളും എല്ലാം ലീവ് ദ ഗോസ്പൽ, സുവിശേഷമായി മാറ്റണം. അതിന് ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ദിനം ആരംഭിച്ചവർക്ക് ശുഭദിനവും രാത്രിയിൽ പ്രവേശിച്ചവർക്ക് ശുഭരാത്രിയും ആശംസിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഏവർക്കും ഒന്നിച്ചു ചേരാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. Thank you so much, Kochama. We've come to the fag end of the second global meet of the Marthoma Basquiamos Fellowship and the very first of this year, 2021. I now call upon Mrs. Annie Koshi Kochama of the Niranam Maraman Diocese to lead up in the closing prayer, followed by benediction led by Lissy John Matthew Kochama from Niranam Maraman Diocese. Kochama, please confirm that you can hear me. Yes, Kochama, you are audible. Thank you. Thank you. Heavenly Father, Sovereign Lord, we just want to thank you and praise you for this awesome time. We thank you, Father God, for your presence from the beginning to the end, Father God, of this Basquiama Global Meet. Lord, and the first one for this year, 2021. And Lord, I thank you for such a powerful start and wonderful meeting. I thank you, Master, for your presence. I thank you, Father God, for each one who attended, Lord. I thank you, Lord, that you connected us from all over the world on this meet and this platform. Lord, I thank you, Master, for the presence of Metropolitan Tirumeni, Lord Jesus, who encouraged us, Father God, to go forward, Lord Jesus, in this pandemic with the new norm.
not to look back to sameness, but Lord, encouraging us that, Lord, that things are being made new. Lord, that you are renewing everything. You're doing something new for us, Lord, that we will face every challenge by overcoming in Christ Jesus. And Lord, we thank you, Master. Use him mightily, Master, as he takes our church to another level of the new norm. And Lord, let your anointing, let your supernatural wisdom and power be upon him, Lord Jesus. And Father, as he faces a lot of responsibility within the restrictions of all the lockdown and the pandemic, Lord, you have given him such wisdom. And Father, I thank you, Master Lord Jesus, that Father, all his thoughts that has come out in the book will benefit everyone globally. I thank you, my Lord Jesus, for all those Kochumas, for all the Kochumas who organized this meeting, Lord. And Father, we thank you, Master Lord Jesus, for President Kochuma, Susama Kochuma. Thank you, Master, for her encouraging word that, Lord, that we have to do for others what we would like others to do for us, Lord. And that is a golden rule, Father. And we just thank you for Kochuma. We thank you for Pushpa Kochuma, Lord Jesus, who, Father, worked so hard to bring this meeting together and empower her to do more, Father. And I thank you for Raji Kochuma. Thank you, Lord Jesus, that you have used her. And Lord, I thank you, Master. She summarized everybody's contribution. We want to thank you for Anju Kochuma, who compared this meeting, Lord Jesus. And Father, thank you, Lord Jesus, that she put it all together. And bless her, Father God. And I just thank you and I just praise you, Master, Father God, for the powerful message that we heard through Marilyn Kochuma and for a Lent season to prepare us to be the power bank. Lord, we want to remind ourselves that we are the daughters of the covenant. We are the daughters of the King. We are the daughters of the Most High God. And Lord and Father, that Achans are the connectors, Lord, from heaven to earth. And Lord, and Kochumas are there who have to come alongside as power bank to help them in their weakness, to recharge them, to help them and correct them, Lord Jesus. And Father, in a loving manner, hidden from the public, Master Lord, and within their parsonage, Father Lord, that they can do so much when Achan is tired, when Achan is weak, when Achan needs, Father God, all the uplifting and Lord, the inspiration, Father Lord Jesus, to be the leader of his parish. And I thank you for that reminder, Lord. And thank you, Father, that we are chosen vessels. You chose us, Lord. And Lord, you could have chosen anyone else, but Lord, you chose us. And I thank you, Father, Lord. And when you fill us with the power of your Holy Spirit, Lord, we will fit the shape that you have designed us for. And Lord, and each one of us are gifted. Each one of us are talented, and we have all the potentials to come together as beautiful vessels for you. And Lord, and let all the Kochumas, wherever they are, be the beautiful vessels, Lord, to serve you. I thank you, Master, for reminding us, Father, that we are the living epistles. We are the letters that people are going to read. And when they read us, they have to see Jesus, the image of Jesus coming through. And I thank you and I praise you, Master Lord, for all these powerful reminders, Lord Jesus. And Lord, you are with us, Father, and we are called to overcome. I thank you for all the Kochumas, Lord, who contributed in the prayer. Lord, we thank you for the Kochuma who sang. And Lord, and what a beautiful time, Lord Jesus, to appreciate each other's talents and giftings. Thank you for your presence. We thank you for all the Achans, Lord Jesus, and thank you for the clergy family. And Lord, we thank you that you have set us apart for a purpose. And there is a greater purpose, Lord, after this pandemic. We thank you and we praise you. In Jesus' mighty name we pray. Amen. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നടത്തിപ്പും കാവലും നമ്മുടെ ഈ കൂടിവരവിൽ സംബന്ധിച്ച എല്ലാവരോടും കൂടെയും അനുഗ്രഹകരമായ നേതൃത്വം നൽകിയ എല്ലാവരോടുകൂടെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടുകൂടെയും നമ്മുടെ ഓരോരുത്തരുടെയും എളിയ പ്രവർത്തനങ്ങളോടുകൂടെയും
ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. Amen. Billy Graham once said, "We are the Bible the world is reading. We are the creed the world is needing. And we are the sermon the world is heeding." We live in challenging times, and I hope today's global meet has empowered us to continue the good works for His glory. Thank you all, dear Kochamas, for joining us this evening. It has indeed been a beautiful blessing. Thank you. കൊച്ചമ്മ